സോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. മനോഹരമായ ഒരു സായാഹ്നം നേരുകയാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം പറയുമ്പം നമ്മുടെ 1600ാമത് ദിവസമാണ്. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇന്നത്തെ വിഷയത്തിന് അതുപോലെ പ്രത്യേകതയുണ്ട്. വൈരുദ്ധ്യങ്ങളുടെ അന്യോന്യ ബന്ധത്തെക്കുറിച്ച് തീർച്ചയായിട്ടും വളരെ മനോഹരമായി നമ്മളോട് മനോജ് കുമാർ സാർ സംസാരിക്കും. നമ്മുടെ ലൈഫിൻ്റെ പ്രത്യേകതയാണ് അല്ലേ, എപ്പോഴും ഒരു വൈരുദ്ധ്യം കാണും. അത് കണ്ടെത്തി മനസ്സിലാക്കുന്നതിലാണ് നമ്മുടെ കഴിവ്. ആ വൈരുദ്ധ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ലൈഫായിരിക്കും നമ്മൾ നേടുന്നത്. പക്ഷെ വൈരുദ്ധ്യത്തിൽ ഉടക്കിപ്പോയാൽ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രോബ്ലമായി മാറുകയും ചെയ്യും. സോ ഈ സായനത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം മനോജ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സബു സാർ. അപ്പോൾ സാറ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ഒരു അസാധാരണ ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ അവിശ്വസനീയമായ ഒരു ദിവസം കൂടെ വേണമെങ്കിൽ പറയാം. സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി 1600 ദിവസം, 1600 എപ്പിസോഡാണ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഒരു ദിവസം പോലും ഒരു മുറ തെറ്റാതെ ഒരു ചിട്ടയോട് അങ്ങനെ ഒരു അവിശ്വസനീയമായ ഒരു നേട്ടത്തിൻ്റെ ഒരു നിമിഷം കൂടിയാണ്. ശരിക്കും സാബു സാർ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കാര്യം ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത്ര കൃത്യനിഷ്ഠതയോട് ഇവിടെ സുനിൽ സാറൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ സബ്ജക്റ്റുകൾ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ ഈ സൂം ലിങ്കിലൂടെ, ഈ സൂം മീറ്റിങ്ങിലൂടെ എത്രയോ ആൾക്കാരെ ഇവിടെ വന്ന് കാണുകയും എത്രയോ സബ്ജക്റ്റുകൾ ഇവിടെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് ഇതിനെ അഭിനന്ദിക്കേണ്ട പ്രിയപ്പെട്ട സാബു സാറിനെ തന്നെയാണ്. സാറ് കാണിക്കുന്ന ഈ ആത്മാർത്ഥത, ഈ ഡെഡിക്കേഷൻ, അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഈ വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന അനേകം നമ്മുടെ പ്രിയപ്പെട്ട ഇതിനകത്ത് ഗസ്റ്റുകളായിട്ട് വരുന്നവരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെയും ഒരു യത്നം കൂടെയാണ്. സാബു സാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ എപ്പിസോഡുകളൊക്കെ ഈ നിമിഷം നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാബു സാറിനെയും ഇവിടെ വന്ന ക്ലാസ് എടുത്ത ഓരോരുത്തരെയും ഒക്കെ വളരെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് എൻ്റെ ഇന്നത്തെ ഈ സെഷൻ തുടങ്ങാം. അതോടൊപ്പം തന്നെ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, ഞാനും ഈ പ്ലാറ്റ്ഫോമിൽ കൂട്ടാണ് ഒരുപാട് സബ്ജക്റ്റുകൾ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ വെറും ഒരു പരിചയമില്ലാത്ത ഒരു ഫീൽഡിലാണ് ഞാൻ ആക്ച്വലി വന്ന് പെട്ടതെന്ന് പറയാം. പക്ഷേ ഞാൻ എൻ്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. അത് കുറേ ഞാൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് തന്നെ ഒരു പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി വളരെ ഒരു ഷിഫ്റ്റ് ഉണ്ടായതിനു ശേഷമാണ് മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഞാനും ക്ലാസ് എടുക്കാൻ തന്നത്. അത് സാബു സാറിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. അതിന് ഞാൻ പ്രത്യേകമായ നന്ദിയും ഈ അവസരത്തിൽ സാബു സാറിന് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഞാൻ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവിടെ വന്ന് ക്ലാസ്സുകൾ ഇങ്ങനെ എടുക്കാറുണ്ട് വിവിധ സബ്ജക്റ്റുകളിൽ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും ഇതേ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു സബ്ജക്റ്റിലാണ് നമ്മൾ തുടങ്ങിയത്. ഒരു എപ്പിസോഡ് 1 എന്ന് വേണമെങ്കിൽ പറയാം. ലവോത്സുവിൻ്റെ താവോത്തെ ചിങ് എന്ന സബ്ജക്റ്റിൽ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ അതായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ വിഷയം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ് ഞാനൊന്ന് എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം. ഷെയറിങ് വന്നില്ലല്ലോ.
സാബു സാർ ഇപ്പോൾ വന്നല്ലോ അല്ലേ? യെസ്, ഓക്കെ. ഓൾറൈറ്റ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ യാത്രയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. So let us begin the ineffable journey part 2. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയമാണ് ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ഓപ്പോസിറ്റ്സ്, വൈരുദ്ധ്യങ്ങളുടെ അന്യോന്യ ബന്ധം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ലാവോത്സുവിൻ്റെ താവോ തേ ചിങ് എന്ന പ്രസിദ്ധമായ രചനയിൽ കൂടി നമ്മൾ ഈ വിഷയത്തെ സംസാരിക്കാനും ചർച്ച ചെയ്യുവാനോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുന്നേ നമുക്കറിയാം, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിപരീതങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെയും ജ്ഞാനത്തെയും കുറിച്ച് വളരെ ശക്തമായും വളരെ പ്രിസൈസായിട്ടും അല്ലെങ്കിൽ സംക്ഷിപ്തമായിട്ടൊക്കെ നടത്തിയ ഒരു കണ്ടെത്തലാണ് ശരിക്കും പറഞ്ഞാൽ ഈ താവോ തേ ചിങ്ങിൻ്റെ 2ാമത്തെ അധ്യായം. വളരെ കോൺട്രഡിക്ടറി ആയിട്ടൊക്കെ നമുക്ക് തോന്നാവുന്ന കാര്യം ലാവോത്സു വളരെ വിശദമായിട്ട് ഈ ചാപ്റ്ററിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ വരികളിൽ കൂടിയാണ്. ആ ചാപ്റ്ററിൻ്റെ പേജ് തന്നെ ചുരുങ്ങിയതാണ്. അതിലെന്താണ് തുടങ്ങുന്നത്? ആ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? സ്വർഗത്തിൻ കീഴിൽ എല്ലാവർക്കും സൗന്ദര്യമായി കാണാൻ കഴിയുന്നത് വൃത്തികേടുള്ളത് കൊണ്ടാണ്. വീണ്ടും പറയുന്നു, തിന്മയുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും നന്മയെ നല്ലതായി അറിയാൻ കഴിയുന്നത്. ഇത് വളരെ പ്രശസ്തമായ ഒരു വരികൾ കൂടെയാണ്. പലയിടത്തും ഇത് പറഞ്ഞു കേൾക്കാറുമുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ആശയങ്ങൾ എന്നൊക്കെ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ വിപരീതങ്ങളുടെ ഒരു ബന്ധത്തിലൂടെയാണ് അതെല്ലാ ആശയങ്ങളും സ്വതന്ത്രമായിട്ടൊക്കെ നമ്മൾ കാണുന്നത്, ശരിക്കും നിർവചിക്കപ്പെടുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് ശരിക്കും ഈ ചാപ്റ്ററിൻ്റെ കാതലായ ആശയം പോലും. ഓക്കെ, ചുരുക്കിൽ പറഞ്ഞാൽ അതെന്താണ് പറയുന്നത് വെച്ചാൽ, ഒന്നിൻ്റെ നിലനിൽപ്പ് അനിവാര്യമായും മറ്റൊന്നിൻ്റെ നിലനിൽപ്പിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ലാവോത്സു പറയുന്നത്. ഓക്കെ, അത്തരം വിപരീതങ്ങളുടെ നിരവധി സത്യങ്ങൾ അദ്ദേഹം ഈ ചാപ്റ്ററിൽ കൂടി പറയുകയല്ല, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. എല്ലാവർക്കും അറിയുന്നതാണ്, വിപരീതങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് മുഴുവൻ. നമുക്കൊക്കെ അറിയാവുന്ന വിപരീതങ്ങൾ മാത്രമാണ് എന്ന് നമുക്കിത് കേട്ടാൽ പറയാം. ഉള്ളതും ഇല്ലാത്തതും അല്ലേ, രണ്ടും രണ്ട് കാര്യമാണ്. ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്നു ശരിക്കും പറഞ്ഞാൽ. അതുപോലെയാണ് മറ്റൊന്നാണ് ബുദ്ധിമുട്ടുള്ളതും എളുപ്പമുള്ളതും. അവയും പരസ്പര പൂർവങ്ങളാണ്. ദീർഘവും ഹ്രസ്വവും അവ താരതമ്യത്തിന്റെ കാര്യമാണ് അല്ലെ, താരതമ്യപ്പെടുത്തുക. വി ആർ കമ്പയറിംഗ് ദാറ്റ്. പിന്നെ ഉയർന്നതും താഴ്ന്നതും അവ സ്ഥാനത്തിന്റെ കാര്യമാണ്. ഉയർന്ന സ്ഥാനം, താഴ്ന്ന സ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ. അപ്പോൾ അതും ഒരു സ്ഥാനത്തിന്റെ കാര്യത്തെപ്പറ്റിയുള്ള കമ്പാരിസൺ ആണ്. അതുപോലെ തന്നെ വളരെ പ്രസക്തമാണ് ശബ്ദവും നിശബ്ദവും. അവയും ഒരു യോജിപ്പിന്റെ കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെയാണ് മുമ്പും ശേഷവും, ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതൊരു ക്രമത്തിന്റെ കാര്യമാണ്. ക്രമങ്ങളിലേക്ക് വരുമ്പോൾ അതും പരസ്പര പൂർവ്വങ്ങൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ ഈ താവോയുടെ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന എന്താണ് ഒരു അധ്യായം തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുമ്പോൾ ലാവോത്സുവിൻ്റെ താവോ തേ ചിങ്ങിലെ തത്വങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് ഈ 2ാം ചാപ്റ്ററിൽ കൂടെയാണ്. ഓക്കെ, അത് കഴിയുമ്പോൾ പിന്നെ ഈ ചാപ്റ്ററിൽ തന്നെ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ നേരത്തെ പരസ്പര പൂർവ്വങ്ങളായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ജ്ഞാനി, ഒരു അറിവുള്ളയാൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് ലാവോത്സു നമ്മെ ഈ അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഒരു ജ്ഞാനി എന്തെല്ലാം അറിഞ്ഞിരിക്കണം, അത് എന്താണ് ശരിക്കുള്ള ഒരു ജ്ഞാനി, അറിവിൽ നേടിയ ഒരാൾ. അറിവെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള അറിവുകളെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ ലാവോത്സു ഉദ്ദേശിച്ചത്. അപ്പോൾ ജ്ഞാനികൾ എന്തു ചെയ്യുന്നു? അവർ ഒന്നും ശ്രമിക്കാതെ തന്നെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഒരു ശാഠ്യവും കൂടാതെ, നിർബന്ധിക്കാതെ അവർ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നു. ഓക്കെ, അപ്പം വാക്കുകൾ വളരെ നിശബ്ദമായി, വാക്കുകളൊന്നും ഉച്ചരിക്കാതെ അവർ പഠിപ്പിക്കുന്നു.
ലീഡ് ബൈ എക്സാമ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ മാതൃകയിലൂടെയാണ് ജീവിക്കുന്നത്. ജ്ഞാനികൾ നിർദ്ദേശങ്ങൾ കൂടെ എന്നുള്ള മറിച്ച് അവർ വളരെ അവരുടേതായ വ്യക്തിത്വത്തിൽ കൂടെയും അസ്തിത്വത്തിൽ കൂടെയൊക്കെയാണ് അവർ ഒരു ജ്ഞാനിയായി കാണുന്ന. നമ്മൾ പല കാര്യങ്ങൾ കൂടി പഠിച്ച ഒരു 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 വഴിയിൽ കൂടെ നടക്കുന്ന ജ്ഞാനിയെ നമുക്ക് പല തരത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടപെടാതെ സംഭവിക്കാൻ അവർ തന്നെ പ്രപഞ്ചത്തെ അനുവദിക്കുകയാണ്. ഒരു ശാഠ്യവും പിടിക്കാതെ, ഒന്നിനും കാത്തിരിക്കാതെ. ഓക്കെ, അപ്പോൾ തന്നെയല്ല, അപ്പോൾ അങ്ങനെ ഈ പുസ്തകത്തിലൂടെ പറയുന്നത് ജ്ഞാനികളായിരിക്കുന്നവർ ശരിക്ക് ഒന്നും സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കാത്തവരാണ്, ഒന്നിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാത്തവരാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആ താളത്തിൽ കാര്യങ്ങൾ വരുന്ന വഴിക്ക് അല്ലെങ്കിൽ ഉയർന്നു വരുന്ന വഴിക്ക് അതിനെ അനുവദിക്കുകയും അവയുടെ ആ സ്വാഭാവികത, ആ ഫ്ലോയിൽ അല്ലെങ്കിൽ ആ ഗതി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരുമാണ് ജ്ഞാനികളെന്നാണ് ലവോത്സുവിൻ്റെ ഈ പുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ വളരെ എന്താണ് പല കാര്യങ്ങളെക്കുറിച്ച് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിലും ഈ 2ാമത്തെ ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് ഇതിൻ്റെ സാരാംശത്തിൽ കൂടെ മാത്രം കടന്ന് നമുക്ക് ഈ ഈ അധ്യായം 2ൻ്റെ ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വാഭാവിക ഒഴുക്കുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. അതിൽ കൂടെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുകയും അത് നമ്മളെ ജീവിക്കാനും യഥാർത്ഥവും ശാശ്വതമായ ഒരു യോഗ്യത കൈവരിക്കാനും കഴിയുമെന്നാണ് ലവോത്സു ഈ ചാപ്റ്ററിലൂടെ പഠിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്തെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ലവോത്സു ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ചുരുങ്ങിയ ലൈനിൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഈ 2ാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് ഈ ലൈൻസിൽ കൂടിയാണ്. അണ്ടർ ഹെവൻ ഓൾ ക്യാൻ സീ ബ്യൂട്ടി ആസ് ബ്യൂട്ടി ഓൺലി ബിക്കോസ് ദർ ഈസ് അഗ്ലിനെസ്. ഓൾ ക്യാൻ നോ ഗുഡ് ആസ് ഗുഡ് ഓൺലി ബിക്കോസ് ദർ ഈസ് ഈവിൾ. നമുക്കിതിൻ്റെ മലയാള പരിഭാഷ എന്തെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആകാശത്തിന് കീഴിൽ എല്ലാവർക്കും സൗന്ദര്യമായി കാണാൻ കഴിയുന്നത് അവിടെ വൈരൂപ്യം ഉള്ളതുകൊണ്ടാണ്, തിന്മ ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും നന്മയായി അറിയാൻ കഴിയുന്നത്. ഇതാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ വരികൾ. അപ്പോൾ ലവോത്സു ഇങ്ങനെ ഈ പുസ്തകം തുടങ്ങി. സോ വാട്ട് ലവോത്സു ബിഗിൻസ് വിത്ത് are as follows: when everyone sees beauty, then ugly exists. When everyone sees good, then bad exists. അപ്പോൾ പറയുന്ന കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. ഇവിടെ എല്ലാവരും സൗന്ദര്യത്തെ കാണുമ്പോൾ വൃത്തികെട്ടതും നിലനിൽക്കും, അല്ലേ? എല്ലാവരും നല്ലത് കാണുമ്പോൾ തിന്മയും നിലനിൽക്കുമെന്നാണ് ഈ വരിയിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് 2 ഓപ്പോസിറ്റ് കാര്യങ്ങളെ കുറിച്ച് മാത്രം ആണ് ഇവിടെയും പറയുന്നത്. വൈരുദ്ധ്യമില്ലാതെ ഒരു ധാരണയുമില്ല. അതുകൊണ്ട് ഈ വെളിച്ചവും നീഴിലും ഒക്കെ പോലെ നമ്മുടെ സന്തോഷത്തെയും ദുഃഖത്തെയും ഒക്കെ തന്നെ ഒന്നിച്ച് ചേർന്ന് നിൽക്കുന്ന ഈ വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇത് പറഞ്ഞ് തുടങ്ങി വെക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതും പരസ്പരം സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബുദ്ധിമുട്ടുള്ളതും എളുപ്പമുള്ളതും പരസ്പരം പൂർവ്വങ്ങളാവുന്നു. അങ്ങനെ ദീർഘവും ഹ്രസ്വവും ഉയർന്നതും താഴ്ന്നതും ഒക്കെ ഒരു നിശബ്ദതയിൽ കൂടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണെന്നാണ് ലവോത്സു പറയുന്നത്. അപ്പൊ ഈ നമുക്ക് എന്താണ് ഓപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ കുറച്ച് ഓപ്പോസിറ്റ്സുകളെ നമുക്കും ഒന്ന് പെട്ടെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന പോലെ ബ്യൂട്ടി ആൻഡ് അഗ്ലിനെസ് ഓപ്പോസിറ്റ് ആണ്. ഗുഡ് ആൻഡ് ഈവിൾ, ഹൈ ആൻഡ് ലോ, ഈസി ആൻഡ് ഡിഫിക്കൽട്ട്, സൗണ്ട് ആൻഡ് സൈലൻസ് എല്ലാം സൗന്ദര്യവും വൈരൂപ്യവും ഒക്കെയാണ്. നന്മയും തിന്മയൊക്കെ കുറിച്ചാണ് പറയുന്നത്. ഉയർന്നതും താഴ്ന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. വളരെ എളുപ്പമുള്ള കാര്യങ്ങളുണ്ട്, നിശബ്ദതയും ശബ്ദമുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് ഈ ലോകത്തിൽ തന്നെ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം അതിൽ കൂടെയുള്ള യാത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2nd ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു മെയിൻ കഥ തന്തു എന്ന് വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സൂചിപ്പിക്കാം. അതിനുശേഷം ഞാൻ ഒരു ജ്ഞാനിയുടെ വേ എന്താണ്, ഈ
രണ്ടാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതോട് ഞാൻ പറയാം. The sage's way. The sage acts without striving, teaches without speaking, creates without claiming, accomplishes without attachment. അപ്പോൾ നമ്മൾ ഇതിനെ നോക്കിയാൽ ശരിക്കും ഈ പരിശ്രമം ഇല്ലാതാണ് ശരിക്കും ജ്ഞാനികൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർ അധികം സംസാരിക്കാതെ തന്നെ, അധികം കാര്യങ്ങൾ പറയാതെ തന്നെ പഠിപ്പിക്കുന്നു. മൗനത്തിൽ കൂടെ പോലും പല കാര്യങ്ങളും പഠിപ്പിക്കാറുണ്ട് ജ്ഞാനികൾ. അവർ യാതൊരു അവകാശവും സൃഷ്ടിക്കുന്നില്ല, അവകാശപ്പെടുന്നുമില്ല. ലോകത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ സാറിൻ്റെ പവർ ഒന്ന് പോയതാണ്. 1 മിനിറ്റ്, തിരിച്ചു വരും. സബു സാറെ ഒന്നുകൂടെ കോഹോസ്റ്റ് ആക്കണേ എന്നെ. ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, വന്നിട്ടുണ്ട്. ആ സാർ, ഒരു മിനിറ്റ് സാറേ, ഞാൻ എൻ്റെ പേജിലേക്ക് ഞാൻ ഒന്നുകൂടെ പോട്ടെ. ആ, അതെ, നമ്മൾ ഈ പേജിലായിരുന്നു സബു സാർ നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിന്റെ വേയിലേക്കായിരുന്നു പോയത്.
അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴികളിൽ വളരെ വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. ഈ പറഞ്ഞ വരികൾ കൂടെയൊക്കെ ഞാനിങ്ങൾ സഞ്ചരിക്കാറുണ്ട്. അടുത്ത ഒരു കാര്യം, ഇതാണ് ഈ വു വി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഈ നമ്മുടെ ലവോസുവിന്റെ പുസ്തകത്തിൽ കാണാം. അതെന്താണ്? ദ ഹാർട്ട് ഓഫ് ദി വു വി ഈസ് എഫേർട്ട്ലെസ് ആക്ഷൻ ഓർ ആക്ഷൻ ഇൻ ഹാർമണി വിത്ത് ദി തവോ. It is not inactivity, but a kind of natural alignment. The sage doesn't impose, doesn't grasp, doesn't seek recognition. And because of that, he remains whole and pure. ഇതാണ് ലവോസു പറയുന്നത്. എന്താണ് ഈ വു വെയുവിൻ്റെ ഒരു കാതലായ കാര്യം എന്ന് പറയുന്നത്? നമ്മൾ അനായാസമായിട്ട് വേണം പ്രവർത്തികൾ ചെയ്യാൻ. ഇതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ ഈ ഒഴുക്കിൽപ്പെട്ട് താവോയുമായി ബന്ധപ്പെട്ട് ഈ ഒഴുക്കിൽ കൂടെ, ജീവിതത്തിൽ കൂടെ വരുന്ന ആ ഒഴുക്കിൽ കൂടെ യോജിച്ചുള്ള പ്രവൃത്തി ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത് ശരിക്കും നിഷ്ക്രിയത്വമോ ഒന്നുമല്ല, ഒന്നും ചെയ്യാതിരിക്കുകയല്ല. ഒരു സാധാരണ ഒരു ഒഴുക്കിൽ കൂടി ഇങ്ങനെ പോയി ഒന്നും അടിച്ചേൽപ്പിക്കാതെ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണിത്. അതിനു വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അംഗീകാരവും തേടുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജ്ഞാനിയായിരിക്കുന്ന ആൾ വളരെ പൂർണ്ണനായിരിക്കുന്നത് എന്നാണ് ലവോത്സു ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ ദ യൂണിറ്റി ബിയോണ്ട് ജഡ്ജ്മെന്റ്, ഇതിനെക്കുറിച്ചും ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. We should learn to appreciate the beauty in the ugly as well as the ugly in the beautiful. None exists without the other but within each other. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്? നമ്മൾ അഭംഗിയിലെ സൗന്ദര്യത്തിലെ അഭംഗിയെയും വിലമതിക്കാൻ പഠിക്കണം. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മറ്റൊന്ന് ഇല്ലാതെ നിലനിൽക്കുന്നില്ല, മറിച്ച് പരസ്പരം അതിൻ്റെ പരസ്പരം പൂരകങ്ങളായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ മുഴുവൻ ഈ വരിയിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസെൻഡ് ജഡ്ജ്മെന്റ് ആൻഡ് എംബ്രേസ് ഹോൾനെസ്. അവർ പ്രിഫറൻസസ് ആർ ഷേപ്ഡ് ബൈ കമ്പാരിസൺ ആൻഡ് ദാറ്റ് ട്രൂ വിസ്ഡം ലൈസ് ഇൻ സീയിങ് ദി യൂണിറ്റി ബിനീത്ത് ദി ഡ്യുവാലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണത്? ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറയാൻ നമ്മുടെ പ്രിഫറൻസ്, അല്ലെ നമ്മുടെ മുൻഗണനകളിലൊക്കെ ഒരു താരതമ്യത്തിലാണ്, എപ്പോഴും കമ്പാരിസണിലാണ് നമ്മുടെ മുൻഗണനകളൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഈ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞത് കാണാൻ പറ്റും. അതില്ലാതൊന്നും കാണാനേ പറ്റത്തില്ല. പ്രപഞ്ചത്തിൽ തന്നെ എല്ലാം ഡ്യുവാലിറ്റിയിലാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നതും ഒക്കെ. അപ്പോൾ അത് അറിയുന്നതാണ് ശരിക്കും ജ്ഞാനം എന്നാണ്. അതിൽ കൂടി നമ്മളുടെ യൂണിറ്റിയിലേക്ക് എത്തുന്നു. അതിൽ കൂടി ദ്വൈതഭാവങ്ങളിലൂടെയുള്ള ഒരു ഇന്റർസെക്ഷനിൽ കൂടി വരുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. So now let us look at it, how all these views can be implemented in our daily life. നമ്മളുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ഇതിലൊരു ആപ്ലിക്കേഷൻ വരുന്നതെന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഇൻ റിലേഷൻഷിപ്സ്, അക്സെപ്റ്റ് ഫ്ലോസ് ആസ് പാർട്ട് ഓഫ് ബ്യൂട്ടി. നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ കുറവുകളെ സൗന്ദര്യത്തിന്റെ ഭാഗമായി അംഗീകരിക്കുക. ഇതാണ് ലവോത്സു പറയുന്നത്. അക്സെപ്റ്റ് ദ ഫ്ലോസ്. ഇൻ ക്രിയേറ്റിവിറ്റി, ലെറ്റ് ഇംപെർഫെക്ഷൻ ഗൈഡ് ഇന്നോവേഷൻ. നമ്മൾ എല്ലാവരും ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്, അല്ലെങ്കിൽ സർഗാത്മകതയുള്ളവരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലാം അപൂർണമാണ്. അപ്പോൾ ആ അപൂർണത നമ്മൾ ഇന്നോവേഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു നവീകരിക്കലിനായിട്ടായി നയിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ അപൂർണതയിൽ നിന്നാണ് പൂർണ്ണത ഉണ്ടാകുന്നതെന്നാണ് ലവോത്സു പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇൻ ലീഡർഷിപ്പ്, ആക്ട് വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് ഡിറ്റാച്ച്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ ദൈനംദിന ജീവിതത്തിലോ ജോലിക്കാര്യങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾക്ക് ആ പരിവേഷം അണിയാൻ പലപ്പോഴും നമ്മൾ നിർബന്ധരാകുന്നുണ്ട്. അത് പാർട്ട് ഓഫ് ദി ലൈഫാണത്.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ അതൊക്കെ വളരെ വിനയത്തോടും ഡിറ്റാച്ച്മെൻറ്റോടും വിട്ടുകൊടുത്തും പ്രവർത്തിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു അഡ്വൈസാണ് ലവേഴ്സ് തരുന്നത്. എല്ലാത്തിനും കുറവ് കാണാതെ ആ കുറവുകളൊക്കെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുക. അപൂർണതയിൽ നിന്നും ആയിരിക്കട്ടെ നമ്മളെ നയിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് നമ്മളുടെ വിനയത്തോടും പലതിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യേണ്ടി വരും, ജീവിതത്തിൽ വിട്ടുകൊടുക്കണം. നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ലാത്ത, നമ്മൾ ഈ ജീവിതത്തിലൂടെയൊക്കെ നമ്മൾ കെട്ടിപ്പടുത്ത അനാവശ്യമായിട്ട് ജീവിതത്തിൽ ഒരാവശ്യവുമില്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പ്രവർത്തിച്ച് ജീവിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ലവേഴ്സ് നൽകുന്നത്. So now let us come to the closing reflections, how this can be reflected as we mentioned in the early chapter. So what it says is the Tao is not a path to walk, it is a way to be. എന്താണ് ഈ താവോ എന്ന് പറയുന്നത്? നടക്കാനുള്ള ഒരു പാത ശരിക്കും അല്ല. താവോ എന്ന് പറഞ്ഞാൽ തന്നെ വഴി, പാത്ത് എന്നൊക്കെയാണല്ലോ ചൈനീസ് വേർഷനിൽ. അപ്പോൾ അതൊരു ഈ നടക്കാനുള്ള ഒരു പാതയായിട്ടല്ല നമ്മളതിനെ കാണേണ്ടത്. അതായിരിക്കാനുള്ള ഒരു മാർഗമായിട്ട് വേണം കാണാൻ. പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഒഴുക്കിൽ നമ്മൾ അതിനെ ആ രീതിയിൽ വേണം കാര്യങ്ങളൊക്കെയും കാണാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹാർമണി അറൈസസ് വെൻ വി സ്റ്റോപ്പ് റെസിസ്റ്റിംഗ് ഓപ്പോസിറ്റ്സ്. ഇവിടെയാണ് ചാപ്റ്റർ 2 വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ലവേഴ്സ് വീണ്ടും സൂചിപ്പിക്കുന്നത്. വിപരീതങ്ങളെ ചെറുക്കുന്നത് നിർത്തുമ്പോഴാണ് ഐക്യമുണ്ടാവുന്നത്. നമ്മൾ പലപ്പോഴും ഓപ്പോസിറ്റുള്ള കാര്യങ്ങളെ ചെറുത്ത് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് നിർത്തുമ്പോൾ യൂണിറ്റി ഉണ്ടാവുന്നു, ഐക്യം ഉണ്ടാവുന്നു എന്നൊക്കെയാണ് ലവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ലീവ് ദി താവോ, ലെറ്റ് ഡ്യുവാലിറ്റി ഡീപ്പൻ യുവർ കമ്പാഷൻ. ആ ജീവിതമാകുന്ന ആ വഴിയിൽ കൂടി തന്നെ ജീവിക്കുക, താവോയിൽ കൂടി, താവോയിസത്തിൽ കൂടി തന്നെ ജീവിക്കാനാണ് അദ്ദേഹം പറയുന്നത്, അതിൻ്റെ കൺസെപ്റ്റുകളെ ബേസ് ചെയ്ത്. അപ്പോൾ ഡ്യുവാലിറ്റി ഒരു അനുകമ്പ നമുക്ക് കൊണ്ടുതരും, ഒരു വ്യക്തിത്വം കൊണ്ടുതരും. അതൊക്കെ വളരെ ആഴത്തിൽ നമുക്ക് ജീവിതത്തിലേക്ക് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുമെന്നാണ് ലവേഴ്സ് ഈ ചാപ്റ്ററിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ക്യാരി ദിസ് വിസ്ഡം ഇൻ ടു യുവർ നെക്സ്റ്റ് കോൺവെർസേഷൻ, യുവർ നെക്സ്റ്റ് ക്രിയേഷൻ ആൻഡ് യുവർ നെക്സ്റ്റ് ബ്രീത്ത്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ ജ്ഞാനമൊക്കെ, ലവേഴ്സ് പഠിപ്പിക്കുന്ന ഈ ജ്ഞാനങ്ങളിലൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ അത് പ്രായോഗികമാക്കണമെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സംഭാഷണത്തിലാകാൻ വേണമെങ്കിൽ, ജീവിതത്തിൽ പലതരത്തിലുള്ള ഒരു ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള കോൺവെർസേഷനുകളിൽ നമ്മൾ പെടാറുണ്ട്. നമ്മുടെ പേഴ്സണൽ, പ്രൊഫഷണൽ, പ്രൈവറ്റ് കോൺവെർസേഷനിലൊക്കെ നമ്മൾ ഉൾപ്പെടാറുണ്ട് ദൈനംദിന ജീവിതത്തിൽ. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് പ്രയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റിവിറ്റി നടത്തുമ്പോൾ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അവിടെ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യാം. അവസാനം നമ്മളുടെ അടുത്ത ശ്വാസത്തിൽ പോലും ഈ ചിന്തകൾ കൊണ്ടുവരാൻ പറ്റും എന്നാണ് ലവേഴ്സ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ക്ലോസിംഗ് റിഫ്ലക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതേപോലെ ഒരു യൂണിറ്റിയോടെ നമ്മൾക്ക് ഒരുമിച്ച് ഈ പ്രപഞ്ച ശക്തികൾക്ക് വിധേയരായി നീങ്ങിയാൽ നമ്മൾക്ക് ജീവിതം സുഖകരമാകും എന്നുള്ള ഒരു ക്ലോസിംഗ് നോട്ടോടുകൂടിയാണ് ഈ ചാപ്റ്റർ 2 അവസാനിക്കുന്നത്. അപ്പോൾ സബു സാർ, നമ്മൾ ഇന്നത്തെ ഈ വിഷയം കേട്ടു. അടുത്തൊരു 5-6 മിനിറ്റ്സിലേക്ക് നമുക്കൊരു ചെറിയ ഒരു മെഡിറ്റേഷൻ കൂടി ഇതിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട് ഞാൻ. ഓക്കെ സർ.
സാർ, ആ സൗണ്ട് വരുന്നില്ലേ? ശബ്ദം വരുന്നുണ്ടല്ലോ സാറേ. വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ട്. സാറ് സംസാരിക്കുന്നത് കേൾക്കാം. വേറെ എന്തെങ്കിലും ഞാനൊരു മ്യൂസിക് ഇട്ടായിരുന്നു സാറേ, സൗണ്ട് കേട്ടായിരുന്നോ? ഇല്ലല്ല. മ്യൂസിക് സൗണ്ട് വന്നില്ലല്ലോ. ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ല, ഷെയർ ചെയ്യൂ സാർ. അത് ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ സാറേ. Welcome to this meditation. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. യെസ്. കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്ന് നമ്മൾ താവു തേ ചിങ്ങിൻ്റെ 2ാം അധ്യായത്തിൻ്റെ ജ്ഞാനത്തിലൂടെ ഒരു ശാന്തമായ യാത്രയിലേക്ക് പോകും. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാറ്റിനെയും അതിൻ്റെ എതിർവശത്തോടൊപ്പം കാണാനാണ്. പ്രകാശവും ഇരുട്ടും, നല്ലതും ചീത്തയും, ഉയരവും താഴ്ചയും. ഇന്നത്തെ ധ്യാനം ഈ ദ്വൈതങ്ങളുടെ പ്രകാശത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. ആദ്യം നിങ്ങളുടെ ഇരിപ്പിടത്തിൽ ഒരു സ്ഥിരത കണ്ടെത്തുക. കാൽപാദങ്ങൾ നിലത്ത് ഉറപ്പിക്കുക. നടുവ് നേരെയാക്കുക. ശരീരം ശാന്തമാക്കാൻ അനുവദിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുക. സ്വാഭാവികമായി അകത്തേക്കും പുറത്തേക്കും ഒഴുകുന്ന ശ്വാസത്തെ ഒന്ന് നിരീക്ഷിക്കുക. ഒരു കാര്യവുമില്ലാതെ വെറുതെ ശ്വസിക്കുക. നമ്മുടെ ഈ ശ്വാസത്തോടൊപ്പം നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു. ദൂരെയുള്ള ശബ്ദങ്ങൾ, അടുത്തുള്ള ശബ്ദങ്ങൾ, ഈ മുറിയിലെ ഓരോ ശബ്ദ ചലനങ്ങൾ പോലും. ഒരു ശബ്ദത്തെ നല്ലത് എന്നോ ചീത്തയെന്നോ വിലയിരുത്താതെ അവ വെറുതെ ഉണ്ടാക്കുന്നതും മാഞ്ഞു പോകുന്നതുമായ ശബ്ദങ്ങളായി കേൾക്കുക. അവയുടെ എതിർവശം ഇല്ലാതെ ഒരു ശബ്ദവുമില്ല എന്ന് ഓർക്കുക. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചില അനക്കങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഇരിപ്പിടവുമായുള്ള സമ്പർക്കം, വസ്ത്രങ്ങൾ തൊടുന്ന ഭാഗങ്ങൾ, ഈ മുറിയിലെ താപനില, ഏതെങ്കിലും തരത്തിലുള്ള സുഖബോധമോ അസ്വസ്ഥതയോ തോന്നുന്നുണ്ടോ? അതിനെ പേരിടാതെയോ വിലയിരുത്താതെയോ നിരീക്ഷിക്കുക. വെറുതെ അനുഭവിക്കുക. ഓരോ അനക്കങ്ങളും അതിൻ്റെ എതിർവശത്തിൻ്റെ സാധ്യതയോടെ മാത്രമേ നിലനിൽക്കൂ എന്ന് തിരിച്ചറിയുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ പ്രവാഹത്തിലേക്ക് ശ്രദ്ധ വീണ്ടും തിരിഞ്ഞു. ചിന്തകൾ വരുന്നതും പോകുന്നതും നിരീക്ഷിക്കുക. ഒരു സുഖകരമായ ഓർമ്മയായി. ഈ ചിന്തകളെയോ വികാരങ്ങളെയോ ഒട്ടും പിടിച്ചു നിർത്താതെ അവ ഇങ്ങനെ ഒഴുകിപ്പോകുവാൻ അനുവദിക്കുക. നീരൊഴുക്കിലെ ഇലകൾ പോലെ
ഓരോന്നിനും അതിൻ്റേതായ എതിർവശമുണ്ടെന്ന് ഓർക്കുക. സന്തോഷം ദുഃഖത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. ശാന്തി അശാന്തിയിലൂടെയാണ് തിരിച്ചറിയപ്പെടുന്നത്. ഒന്നിനെയും നിർവചിക്കാതെ, വിലയിരുത്താതെ അവ അങ്ങനെ തന്നെ വെറുതെ നിലകൊള്ളട്ടെ. ഈ നിരീക്ഷണത്തിന് മധ്യേ നിങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ ശ്രദ്ധയെ വീണ്ടും കേന്ദ്രീകരിക്കുക. ശ്വാസത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ, ചിന്തകളെ മാറ്റാൻ ശ്രമിക്കാതെ, ഒരു കാര്യവും ചെയ്യാതെ വെറുതെ ഇരിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ജീവിതം അതിൻ്റേതായ രീതിയിൽ സംഭവിക്കട്ടെ. ശബ്ദങ്ങൾ വന്നു ചേരട്ടെ, പോകട്ടെ. സംവേദനങ്ങൾ ഉയരട്ടെ, താഴട്ടെ. ചിന്തകൾ ഉണ്ടാകട്ടെ, അവ മാഞ്ഞു പോകട്ടെ. നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു സാക്ഷിഭാവത്തിൽ നിശബ്ദനായി ഒരു നിരീക്ഷകനെ പോലെ മാത്രം നിൽക്കാൻ കഴിയും. ഒരു പ്രത്യേക ഫലത്തിനായി ശ്രമിക്കാതെ, ഒന്നും പിടിച്ചു നിർത്താതെ, ജീവിതം സ്വാഭാവികമായി ഒഴുകുന്നതിന് വഴിയൊരുക്കുന്ന ഈ സാന്നിധ്യമായി അതിൽ വിശ്രമിക്കുക. എല്ലാറ്റിനെയും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുക. നല്ലതും ചീത്തയുമില്ലാതെ ഒരു വലിയ പ്രകൃതിയുടെ ഭാഗമായി എല്ലാറ്റിനെയും കരുതുക, എല്ലാറ്റിനെയും തോന്നുക. ഒരു ദീർഘനിശ്വാസം മാത്രം എടുത്ത് കുറച്ചു നേരം ഇരിക്കുക. ഈ സുഖകരമായ സാന്നിധ്യത്തിൻ്റെ ശാന്തിയിൽ കുറച്ചു നേരം വീണ്ടും ഇരിക്കുക. ദ്വൈതങ്ങളുടെ പ്രവാഹത്തിനുള്ളിൽ കൂടിയുള്ള ഐക്യത്തിൻ്റെ ഈ ബോധം ശരിയായി അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കുക. അതിൻ്റെ സ്വാഭാവിക താളം, ലയം, നിങ്ങളുടെ ശരീരത്തിലെ അനക്കങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക. ഇരിക്കുന്ന ഇരിപ്പിടം, കൈകൾ, മുഖം, സ്വന്തം ശരീരം എല്ലാം തിരിച്ചറിയുക. ചുറ്റുമുള്ള ശബ്ദങ്ങൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. എല്ലാത്തിനെയും കേൾക്കാൻ അനുവദിക്കുക. നമ്മളുടെ ശ്രദ്ധ ഈ മുറിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്ന് തോന്നുക. ഈ ധ്യാനത്തിൽ എല്ലാ തരത്തിലുള്ള ജ്ഞാനവും ബോധവും അറിവും ഒക്കെ നിങ്ങളോടൊപ്പം തന്നെ കുറച്ചു നേരം നിലനിർത്തും. എല്ലാം പരസ്പര ബന്ധിതമാണ്. ഒരു വസ്തുവിനെ അതിൻ്റെ എതിർവശമില്ലാതെ മനസ്സിലാക്കുവാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുമ്പോൾ അഭ്യാസരഹിതമായ സാന്നിധ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും ശക്തിയും കണ്ടെത്താൻ കഴിയും. ശാന്തമായി വളരെ ആഴത്തിൽ ഒരു ദീർഘനിശ്വാസം കൂടി വലിച്ചെടുക്കും. അതറിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കൈവിരലുകൾ ചലിപ്പിക്കും. ശരീരത്തിനെ ലഘുവായി ചലിക്കാൻ അനുവദിക്കും. എന്നിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ വളരെ സാവധാനം തുറക്കുക. ശ്രദ്ധ ഈ മുറിയിലേക്കും ഈ നിമിഷത്തിലേക്കും വീണ്ടും തിരിച്ചു കൊണ്ടുവരും. എല്ലാത്തിനും നന്ദി പറഞ്ഞു, എല്ലാത്തിനും ഒരു സാക്ഷിഭാവമായി എല്ലാം നമ്മൾ തിരിച്ചറിയും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓവർ ടു സബു സാർ. താങ്ക് യു സർ. വളരെ
മനോഹരമായ ഒരു സെഷൻ. നമ്മൾ പ്രധാനമായും വൈരുദ്ധ്യങ്ങളിലുള്ള ആ ഇൻ്റർകണക്റ്റഡ്നെസ്, ആ ബന്ധത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വൈരുദ്ധ്യങ്ങൾ വേർപെടുത്താനാവാത്ത രീതിയിൽ ബന്ധിതമാണെന്നാണ് സാർ അത് കാണിച്ചു തന്നത്. അവയുടെ പരസ്പര പ്രവർത്തനം തന്നെയാണ് എപ്പോഴും മാറ്റങ്ങളുടെ ചാലക ശക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ അന്യോന്യ ബന്ധം, ഇൻ്റർ കണക്ഷൻസിനോ ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ നമുക്കതിൽ കാണാം. പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രകാശമില്ലെങ്കിൽ ഇരുട്ടില്ല എന്ന് പറയുന്നത് പോലെ തുടർച്ചയായി ഇത് തമ്മിൽ എപ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അതുതന്നെയാണ് ആ മാറ്റം എന്ന് നമ്മൾ പറയുന്നത്. ഒന്ന് മറ്റൊന്നിനെ നിർവചിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ധനികൻ എന്നുള്ള ആശയം ദരിദ്രൻ എന്ന ആശയത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എപ്പോഴും അനേക ഉദാഹരണങ്ങൾ നമുക്കറിയാം, എല്ലാം ബന്ധിതമാണ്. വൈരുദ്ധ്യത്തിൻ്റെ മാറ്റം എപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വൈരുദ്ധ്യങ്ങളുടെ ഈ മാറ്റം അത് നമ്മളുടെ എല്ലാ മാറ്റങ്ങൾക്കും കാരണമായി മാറുന്നു. അപ്പം ഇങ്ങനെ ആഴത്തിൽ ചിന്തിച്ചാൽ തികച്ചും തത്വശാസ്ത്രപരമായി അതിനെ കൂടുതൽ അറിയാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ബന്ധത്തെ നമ്മളുടെ ജീവിതവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതെന്ന് തിരിച്ചറിയുന്നത് വളരെ ഒരു സേജ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് വളരെ കൃത്യമായി സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു, അല്ലേ? എങ്ങനെ വേണം മുന്നോട്ട് പോകാൻ. ആ മുന്നോട്ട് പോകാനൊരു പ്രത്യേകതയുണ്ട്. ഒരു ശാന്തമായ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ചലനം അങ്ങനെയല്ലേ, വളരെ ചലനം ഉണ്ടെന്ന് പോലും തോന്നാത്ത രീതിയിൽ, എന്നാൽ പറയുന്ന വാക്കുകൾ ഈവൻ മൗനമാണെങ്കിൽ പോലും അതിന് കൂടുതൽ അർത്ഥമുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെ ഒരു മാറ്റമാണ് നമ്മളിലും ഉൾക്കൊള്ളേണ്ടത് എന്നാണ് ഈ അധ്യായത്തിലൂടെ സാറ് നമ്മളെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഏകദേശം 1600 ദിവസങ്ങൾ, 1600 വിഷയങ്ങളാണ് നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ കേൾക്കുന്നത്. അപ്പം ഇന്നത്തെ വിഷയത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമുക്ക് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കും. ഉൾക്കൊള്ളുക മാത്രമല്ല, അത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ചേർത്ത് വയ്ക്കാം. തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, എങ്കിലും സ്വല്പം കൂടെ അറിഞ്ഞ് അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ, സ്വല്പം കൂടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ തലത്തിലോ ഒക്കെ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൂടുതൽ സന്തോഷകരമായി. ഈ വൈരുദ്ധ്യങ്ങളാണ് നമുക്ക് നിറം നൽകുന്നതെന്നാണ് പറയുന്നത്, അല്ലേ? നമ്മുടെ സൗന്ദര്യം മറ്റൊരു വൈരുദ്ധ്യവുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടെയാണ് നമുക്ക് നമ്മളെ അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഈ ബന്ധങ്ങളെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നുമെല്ലാം വളരെ ഉദാഹരണ സഹിതം രണ്ടാമത്തെ ആഴ്ച, കഴിഞ്ഞ ആഴ്ച ഒരു രഹസ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അത് മറ്റൊരു രഹസ്യമാണ്. അത് വൈരുദ്ധ്യത്തിലൂടെ കണക്ഷൻസിനെ ഉണ്ടാക്കുന്ന, കണക്ടിവിറ്റി ഉണ്ടാക്കുന്ന ഒരു തലമാണ്. എനിവേ, താങ്ക് യു സാർ. വളരെ മനോഹരമായൊരു സെഷൻ, നല്ലൊരു മെഡിറ്റേഷനും കൂടിയായപ്പം അത് വളരെ മനോഹരമായി ചേർത്ത് വയ്ക്കാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ആരാണ് സംസാരിക്കുന്നത്? സുനിൽകുമാർ സാർ ഉണ്ടോ? തിരക്കിലാണോ? ഞാൻ പറയാം സാർ. ഉലയന സാർ പറയും. ഓക്കെ, നെറ്റുള്ളിടത്തോളം നീളത്തിൽ പറയാം, അത് കഴിഞ്ഞ് നിർത്തും. മനോജ് സാറേ, എനിക്ക് അതിൻ്റെ തലക്കെട്ട് കണ്ടപ്പോൾ ഒരല്പം ആശ്ചര്യം തോന്നുന്നു. സാർ എങ്ങോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്ന്. പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം തന്നെ വൈരുദ്ധ്യങ്ങളല്ലേ എന്ന്. വിശപ്പ് ഉള്ള സമയത്ത് ഒരല്പം ആഹാരം കിട്ടുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്. ഒട്ടും വിശക്കാത്തൊരു മനുഷ്യൻ്റെ മുന്നിൽ എന്തെല്ലാം കൊണ്ട് വെച്ചാലും അയാൾക്കത് രുചി തോന്നില്ല. അതിനകത്തൊരു വൈവിധ്യമില്ല. അപ്പോൾ നമ്മൾ വൈവിധ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതാണ് ജീവിതത്തിൻ്റെ ഒരു അന്തസത്ത എന്നുകൂടെയാണ് സാറ് പറഞ്ഞു വെച്ചത്. നല്ല സൂര്യപ്രകാശം ഏറ്റ് തളരുന്ന വ്യക്തി ഒരു മരത്തണലിലേക്ക് നീങ്ങുമ്പോഴാണ് ആ മരത്തണലിൻ്റെ ഐശ്വര്യമായ ഭാഗങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ സാക്ഷ്യമാണ് സാർ പറഞ്ഞത്. ഇത് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു നിയമമല്ലേ എന്നാലോചിക്കുമ്പോൾ ഉത്തരം അതേ എന്ന് തന്നെയാണ്. ഒന്നിലൂടെ മാത്രം കടന്നു പോകാൻ ഈ പ്രപഞ്ചം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്
വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്തൊരു സന്തോഷം എന്ന് പറയുന്നത്, സാറ് പറഞ്ഞു 1600 ദിവസങ്ങൾ കടന്നു പോവുകയാണ് എന്ന്. ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് പോലെ തന്നെയാണ് അത് മുന്നോട്ട് പോയത്. അവിടെയും അതിൻ്റെ പുറകിലൊരു വൈരുദ്ധ്യമുണ്ട്. അത് സാബു സാറ് ലേശം കഴിയുമ്പോൾ പറയും. പണ്ട് യേശുദാസിന് ഒരു പാട്ട് പാടാൻ എത്രയോ പേരുടെ മുൻപിൽ മുട്ടിയിരുന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഈ ദേശീയ ചാനലിലൂടെ വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുറകെയാണ് ഒരു ദിവസത്തിന് വേണ്ടിയുള്ള യാത്ര. ഇവിടെ സാബു സാറ് മുട്ടിയ വാതിലുകൾ തുറക്കാതെ വന്നപ്പോൾ സ്വന്തമായി തന്നെ ചാനലുണ്ടാക്കി നമ്മുടെ മുന്നിലേക്ക് കയറി വന്ന് 1600 വിഷയങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. അതുതന്നെയാണ് വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. ആ വൈരുദ്ധ്യങ്ങളെ നേരിടാൻ വയ്യാത്ത ആൾക്ക് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ അർഹതയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനോജ് സർ, ഹാറ്റ്സ് ഓഫ് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സജി. ഹായ്, ഗുഡ് ഈവനിങ് സർ. മനോജ് സർ ആണെന്ന് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചത്. 1600 ദിവസങ്ങൾ കഴിഞ്ഞു പോയി എന്നുള്ളതൊരു ദുഃഖം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അബുദാബിയിലായിരുന്നു. അപ്പോൾ ഇതെനിക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് വന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ സാറിന്റെ ക്ലാസ്. കാരണം ഇത് നമ്മളെ വളരെയധികം സ്പിരിച്വാലിറ്റിയിലേക്ക് നയിക്കുന്ന, അദ്വൈതത്തിലേക്ക് നയിക്കുന്ന ഒരു സത്യമാണ്. അപ്പൊ ഇതില്ലാതെ ഒരു ലൈഫ് ഇല്ല. ഇപ്പോ ഈ ലിറ്ററസി ഒക്കെ വന്നപ്പോഴാണ് നമുക്കിങ്ങനെ ഓപ്പോസിറ്റ്സും അതിന്റെ കണക്ടിവിറ്റിയും ഒക്കെ ഉണ്ടായത്. ഇതൊന്നും ഇല്ലാതിരുന്ന നമ്മളുടെ ഫോർ ഫാദേഴ്സ് എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയിൽ ഈ അദ്വൈതത്തിന്റെ സത്യങ്ങളെ ഉൾക്കൊണ്ട് സന്തോഷത്തോടെ പരസ്പര സ്നേഹത്തോടെ ജീവിച്ചത്. ഞാൻ എപ്പോഴും എല്ലാത്തിന്റെ ഒറിജിനിലേക്ക് എപ്പോഴും ചിന്തിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പൊ എവിടെ നിന്നാണ് ഒറിജിൻ, എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്, എങ്ങനെയായിരുന്നു നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഈ 2025 എത്തിയിരിക്കുന്ന ഈ കാലഘട്ടം എവിടെ നിന്ന് വന്നു, എങ്ങനെയായിരുന്നു ഈ ജീവിതത്തിന്റെ ഒരു യാത്ര, ജന്മത്തിന്റെ ഒരു യാത്ര, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ സാർ പറഞ്ഞ ഈ വാക്കുകൾക്കൊക്കെ എത്ര ഗോൾഡൻ വേർഡ്സ് എന്നേ പറയാൻ പറ്റും. സത്യത്തില് ഇങ്ങനെയുള്ള സത്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിച്ചവരുടെ മക്കൾ തന്നെയാണ് നമ്മൾ. അവരെല്ലാം ഈ ഭൂമിയെ അതിമനോഹരമായി ഭൂമി ദേവി എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ താഴ്മയോടെ വളരെ റെസ്പെക്റ്റോടു കൂടെ ആ ജീവിത മാർഗം ഇതിന്റെ ഈ വൈരുദ്ധ്യങ്ങളുടെ ഇടയിലൂടെ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നവരുടെ മക്കളാണ് നമ്മൾ ഇന്ന് എത്ര സുഖകരമായിട്ടാണ് ജീവിക്കുന്നത്, എത്ര ഫെസിലിറ്റേറ്റഡ് ആണ്. ഈ ഫെസിലിറ്റീസ് മുഴുവനും ഈ വൈരുദ്ധ്യങ്ങളിലൂടെ പൊങ്ങി വന്നതാണ്. അപ്പോൾ എത്രമാത്രം മനോഹരമായ ചിന്തകളാണ് ഇന്ന് എൻ്റെ തലയിലൂടെ സാർ ഇട്ട് തന്നത്. സാറിന്റെ ആ ഒരു മെഡിറ്റേഷനകത്താണെങ്കിലും ഒന്നും ചിന്തിക്കണ്ട, ഒന്നിനെ കുറിച്ചും നമ്മൾ വിലാതിപ്പെടണ്ട. നമ്മൾക്ക് ശാന്തസുന്ദരമായ ഒരു ജീവനും ഒരു ആയുസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാല് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് കൈകോർത്തുകൊണ്ട് നമ്മുടെ ഈ ആത്മശക്തിയെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ശക്തിയെ നമുക്ക് പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വൻ ശക്തിയായിട്ട് അതിമനോഹരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം എന്നുള്ളൊരു സത്യത്തിലേക്കാണ് സാറ് വഴിതിരിച്ചത്. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു. രാജു സാർ. താങ്ക് യു സാബു സാർ. പുതിയൊരു 2500 വർഷം മുമ്പ് ജീവിച്ചിരുന്നതായ വ്യക്തിയുടെ ചിന്തകൾ ഇന്നിവിടെ അവതരിപ്പിച്ചു, കഴിഞ്ഞ ആഴ്ചയിൽ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ചിന്ത വളരെയധികം പ്രസക്തമാണ്. വൈരുദ്ധ്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുള്ളൂ, ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് ഇതിനകത്ത് സാറ് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ഇതിനകത്ത് ഇതിൻ്റെ മെഡിറ്റേഷനകത്ത് ഉണ്ടായിരുന്നു അല്ലേ. അതായത് അത് ഒരിക്കലും ഇരുട്ടിന് വെളിച്ചത്തിനെ കീഴടക്കാനാവില്ല. അതായത് ഈ അന്ധകാരമായിട്ടുള്ള മുറിയിലേക്ക് ഒരു മെഴുകുതിരി കൊണ്ടുവന്നാൽ മൊത്തം വെളിച്ചം കൊണ്ട് നിറയും. അപ്പോൾ അവിടെ ഇരുട്ടിനെ ഒരിക്കലും വെളിച്ചത്തിന്
ഇരുട്ടിൽ ഒരിക്കലും വെളിച്ചത്തിനെ കീഴടക്കാനാവില്ല എന്ന് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലൊക്കെ നമ്മൾ ഈ മഴ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പറയും ഈ മഴ ഈ നശിച്ച മഴ നിന്നാൽ മതി എന്ന് പറയും. അതേസമയം ചൂടാകുമ്പോഴത്തേക്ക് പറയും ഒരു മഴ പെയ്താൽ മതിയെന്ന്. അത് നമ്മുടെ വാൽമീകി തൻ്റെ കവിതയിൽ ശാർങ്ക പക്ഷികൾ എന്ന കവിതയിൽ പറയുന്നുണ്ട്. കർക്കിടക കരിപാവിൽ തെളിവിറ്റൊരു ചിങ്ങപ്പുലരിയെ ഞാൻ കിനാവ് കാണുന്നു, കിനാക്കൾ എന്നെ മുന്നോട്ട് നടത്തുന്നു എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ പറയുന്നത്. ശാർങ്ക പക്ഷികൾ അതുപോലെ പല സിമിലീസും പറഞ്ഞിട്ടുണ്ട്, പല വൈരുദ്ധ്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സെഷൻ ഞാൻ പെട്ടെന്ന് ഓർത്ത് വൈരുദ്ധ്യാത്മക ഭൗതികവാദം മെറ്റീരിയലിറ്റി അത് എനിക്ക് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ മാർക്സിസത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണ്. അതൊക്കെ ഇതിൽ നിന്നായിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ഒരു പുതിയ ആശയം അല്ലെങ്കിൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന വ്യത്യസ്തമായ ആശയങ്ങളിലേക്ക് പോകുന്നതിന് പ്രത്യേകമായിട്ട് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. നല്ല മെഡിറ്റേഷനായിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, സുനിൽ സാർ അൺമ്യൂട്ട് ചെയ്യും. സുനിൽ സാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ, എങ്ങനെയാണെങ്കിൽ റോയ് സാറും കൂടെ പറയും. അത് സാർ കേൾക്കാമോ? എന്നാ പറഞ്ഞോളൂ. ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങിയിരുന്നു, അപ്പോൾ പുറത്തിരുന്നോണ്ടാണ് കേട്ടത്. അതുകൊണ്ട് മറ്റേ PPT ഉണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു ടൈറ്റിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് കയറിയത്. പക്ഷെ അത് 1600 നിറയിൽ നിൽക്കുക എന്നുള്ളത് വളരെ സന്തോഷം. അതിന് സാബു സാറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. പിന്നെ ഈ വൈരുദ്ധ്യാത്മിക കാര്യങ്ങളാണ് നമ്മളെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുന്നത്, അല്ലേ? മറ്റേ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ എല്ലാം എനർജി ഫ്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജീവിതം തന്നെ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും ഒരു സമ്മിശ്രണമാണ്. അപ്പോൾ ഈ ഒരു മറ്റേ ആ ടൈറ്റിൽ തന്നെ വളരെ ആകർഷിച്ചു. പാരഡോക്സസ് ഇൻ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു വിഷയം വന്നത്. അതുകൊണ്ടാണ് ആ ടൈറ്റിൽ കണ്ടുകൊണ്ടാണ് കയറിയത്. മനോജ് സാർ വളരെ ഭംഗിയായിട്ട് ആദ്യത്തെ ചാപ്റ്റർ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, പക്ഷെ അതിൻ്റെ തുടർച്ചയാണെന്ന് ഞാൻ തോന്നിയില്ല. പക്ഷേ ഇതൊരു ഇൻഡിവിജ്വൽ സെഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സും ANT എന്ന് പറയുന്നത് ആറ്റോമാറ്റിക് നെഗറ്റീവ് തോട്ട്സാണ് നമുക്ക് വരുന്നത്. അതിനെ മറികടക്കാനുള്ള പോസിറ്റീവ് തോട്ട്സ് കൂടെ നമുക്ക് വരണം. എന്തായാലും ശരി, വളരെ നല്ല രീതിയിലാണ് മനോജ് സാറ് സെഷൻ കൈകാര്യം ചെയ്തത്. നല്ല പോയിൻറ്റ്സാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ആ മെഡിറ്റേഷൻ വളരെ എഫക്റ്റീവായിരുന്നു. എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിരുന്നു. നല്ല സെഷൻ. താങ്ക് യു മനോജ് സാർ, ആൻഡ് താങ്ക് യു സാബു സാർ, ആൻഡ് കൺഗ്രാജുലേഷൻ സാബു സാർ. ഓവർ ടു യു. താങ്ക് യു സർ. ഓക്കെ, വളരെ സന്തോഷം. സാർ എന്തെങ്കിലും പറഞ്ഞോ? കേൾക്കുന്നില്ല, മ്യൂട്ട് ചെയ്തിരിക്കും. ഇല്ല സാർ, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഇവിടെ നെറ്റ് ഒരു പ്രശ്നമുണ്ട്. പവർ സപ്ലൈ ഒക്കെ ഇങ്ങനെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കേൾക്കാൻ പോയില്ല. സജി മാം ഇവിടെ വന്നത് ഞാൻ ഇന്ന് ഇൻവിറ്റേഷൻ കൊടുത്തു. സജി മാം വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പല ഇതിന് സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഞങ്ങൾ പല പ്ലാറ്റ്ഫോമുകളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും സമ്പാദിക്കാനും ഒക്കെ ഉള്ളത്. അങ്ങനെയാണ് സജി മാമിനെ ഇന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്ത പ്രകാരമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. സാബു സാർ, താങ്ക് യു. റോയ് സാർ, പത്മകുമാർ സാർ പറഞ്ഞിരുന്നു. പത്മകുമാർ, റോയ് സാർ ഒന്ന് പറഞ്ഞോളൂ, അതിനുശേഷം വന്നോളൂ. റോയ് സാർ. ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായാൽ ഈ ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാ മണ്ടത്തിലാ പറഞ്ഞതെന്ന് പലരും ശ്രദ്ധിക്കും. പക്ഷേ അതിൻ്റെ ഒരു അർത്ഥപൂർണിമ സാറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നാണ് ക്ലിയറായിട്ട് ഇതായത്. കാരണം ഇന്റർ കണക്ഷൻസ് ഓഫ് ഓപ്പോസിറ്റ് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. തോൽക്കാൻ കുറേ ആൾക്കാർ കൂടെ ഉള്ളത് കൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതൊരു പഴഞ്ചൊല്ലും ആ ഭാഗമായിട്ട് അങ്ങോട്ട് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല.
ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന ഒരു ക്ലാസ് ആയിരുന്നു മനോജ് സാറിൻ്റെ ഇന്നത്തെ ക്ലാസ്. അത് വളരെ ഭംഗിയായി ജ്ഞാനികളുടെ കാര്യം പറഞ്ഞതും ഒക്കെ ഒന്നും ശ്രമിക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വളരെ എല്ലാ കാര്യത്തിലും ഇടപെടാതെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ പറഞ്ഞത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നി, വളരെ ചിന്താവഹവും. അത് തന്നെയല്ല, ഇത് മാത്രം ശരിയാണ്, ഇതൊക്കെ എന്താ മനസ്സിലാക്കാതിരിക്കുന്നത് മനുഷ്യർ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ സൗന്ദര്യം കുറവായി അംഗീകരിച്ചാൽ മാത്രമേ സൗന്ദര്യം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഈ വാചകം പറയുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാകുന്നത്. നമ്മളെല്ലാം നേട്ടങ്ങളും ഗുണങ്ങളും മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ മറിച്ചൊന്ന് ചിന്തിക്കാനുള്ള അവസരം വരുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ ധന്യമാവുള്ളൂ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. എനിക്ക് അതിനുള്ള ഗൈഡ് ലൈൻസ് ആയിരുന്നു സാറ്. കാര്യം ഒരു ബുക്കിൽ നിന്ന് വായിച്ചതാണെങ്കിലും സാറ് അതിനകത്തുനിന്ന് ആ പവർ പോയിന്റിലൂടെ എല്ലാം പ്രസന്റ് ചെയ്ത കാര്യങ്ങൾ, അതായത് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ ജ്ഞാനികളുടെ കാര്യങ്ങൾ പറഞ്ഞതും എല്ലാം, അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എന്ത് ഇതായിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കാനുള്ള അവസരം കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഏതായാലും സാറിൻ്റെ ഈ ഉദ്യമം വളരെയധികം, അത് തന്നെ ഒരു പുതുമയുണ്ട്. അത് തന്നെയല്ല, ഒത്തിരി വർത്തിയായിട്ട് വരിക നമ്മുടെ ലൈഫിൽ തന്നെ നമ്മളത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ മുനിയുടെമാരുടെ കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞുകൊണ്ടല്ലോ, സേജസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇതൊക്കെ വേറെ ചില കാര്യങ്ങൾ പോകും. ഇതൊക്കെയാണല്ലോ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരവസരം കിട്ടിയതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ സാറ് പറഞ്ഞില്ല, ഞാൻ മിക്കവാറും ഈ 1600 എപ്പിസോഡിൽ മിക്കവാറും മെജോറിറ്റി 75% കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ എന്നോട് ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്നാ ഗുണം? പക്ഷേ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ കുറേ ഗുണങ്ങൾ വന്നു ചേരുന്നുണ്ട്. അതറിയാൻ പറ്റുന്നത് ഏതവസരത്തിലും. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് ഒരു സപ്തതി ആഘോഷത്തിന് ഒരു ആശംസയ്ക്ക് വിളിച്ചു. പെട്ടെന്ന് എനിക്ക് കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന വെബിനാറിൽ നിന്നും പല സബ്ജക്റ്റുകളിൽ വന്നിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും എവിടെയും അഭിമുഖീകരിക്കുന്നതിനും ചെയ്യുന്നതിനും കുറേ ഘടകങ്ങൾ നമുക്കറിയാതെ നമ്മളിൽ വന്ന് കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വന്നത്. രണ്ട്, എൻ്റെയൊക്കെ പ്രായത്തിൽ അതുപോലെയുള്ള ആൾക്കാരൊന്നും അധികം ഈ വെബ് മീറ്റ് എന്താണെന്നോ അതുപോലെ തന്നെ ഈ പറയുന്ന പ്രസൻറ്റേഷൻ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നൊന്നും അറിയാവുന്നവർ വളരെ കുറവാണ്. പക്ഷേ അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ വലിയ മിടുക്കനായി, എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള മിടുക്കനായി. ഇതൊക്കെ എങ്ങനെ പഠിച്ചു, എവിടെ പോയാ പഠിക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങും പോയില്ല. ഈ സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അത് ഭംഗിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള ശ്രമം നടത്തിയത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം ഇതിനകത്ത് നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഏത് ഇതായാലും നമ്മളറിയാതെ തന്നെ നമ്മുടെ ബ്രെയിനിൽ കുറേ കാര്യങ്ങൾ വന്ന് കയറിയിട്ടുണ്ട്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരവസരം വരുമ്പോഴേ നമുക്കറിയാൻ പറ്റും. അതുപോലെ വർത്തിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മളതൊക്കെ മറന്നുപോയാലും പക്ഷെ നമ്മളിൽ കുറേ അത് നമ്മളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിവേ, ഈ 1600 എപ്പിസോഡിലേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കുറേ വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം ആണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് തന്നെ. ഓക്കെ സാർ, ഈ എപ്പിസോഡിൽ ഈ ഇന്നത്തെ വിഷയം തന്നെ ഇതിന് വളരെയധികം ചിന്താവഹമാണ്. ഒത്തിരി സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും റോയ് സാറിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ്. കാരണം ഏറ്റവും കൂടുതൽ സമയം വളരെ കൃത്യമായിട്ട് മുഖം കാണിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും ഒന്ന് മാറേണ്ടി വന്ന ഒരു മുഖമെങ്കിലും ട്രെയിനർക്ക് കാണിച്ചു കൊടുക്കണ്ടേ. പലപ്പോഴും റോയ് സാറാണ് എന്നെ സഹായിക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ പറയുകയാണ്. എനിക്ക് തോന്നുന്നു 90% സാറ് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ എല്ലാ ദിവസവും ചുരുക്കം ദിവസങ്ങൾ മാത്രമേ വരായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയ ക്രെഡിറ്റായിട്ട് ഞാൻ കാണുകയാണ്. കാരണം അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഓക്കെ, then ഇനി ഒരു കാര്യം പറയാം, എൻ്റെ കയ്യിൽ
6 ബുക്കുകളുണ്ട്. ഇതെല്ലാം ഈ ക്ലാസ്സിൻ്റെ സമ്മറികളാണ്. ഇനി അടുത്ത കാലത്തായി കുറേ ക്ലാസ്സുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതൊന്ന് റിവ്യൂ ചെയ്യാനും പറ്റാത്ത അവസരങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും അതിന് ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വേറെ എങ്ങും പോകണ്ട, എൻ്റെ കയ്യിലുണ്ടത്. അത് എങ്ങനെ വേറെ കിട്ടുന്നതല്ല, ഇത് ഇങ്ങനെ പലരും പ്രസന്റ് ചെയ്തതെന്ന് വന്നേക്കണില്ല. ആരൊക്കെ പ്രസന്റ് ചെയ്തതെന്ന് ചോദിച്ചാലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒത്തിരി ഇത് വന്നിട്ട് കയറിയിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു എന്നോട് പറഞ്ഞു. ഇതിന്റെ രണ്ടാമത്തെ വാർഷികത്തിനാണ്, മൂന്നാമത്തെ വാർഷികത്തില്ല, സാറിന്റെ ലാപ്ടോപ്പിൽ ഞാൻ കണ്ടത് ഇവിടെ എടുത്ത എല്ലാ വ്യക്തികളുടെയും കൃത്യമായ ഫോട്ടോ സാറിൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പോലും ഇല്ല. എല്ലാവരുടെയും കൃത്യമായിട്ട് എടുത്ത് പേരുകളോട് കൂടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ സാറത് കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള വൈരുദ്ധ്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഓക്കെ, ജോഷ് സാർ ഒന്ന് പറഞ്ഞോട്ടെ. ജോർജ് സാറേ, ജോഷ് സാർ. ആദ്യം തന്നെ 1600 ഒരു സല്യൂട്ട്. ഈ കുറെ പേര് വല്ലപ്പോഴും വരുന്നത് കൊണ്ടാണ് റോയ് സാറിന്റെ എന്നും വരുന്ന അതിന് ഒരു മഹത്വം ഉണ്ടായത്. അതും നമ്മുടെ ഈ ക്ലാസിന്റെ പശ്ചാത്തലത്തിൽ കാണാം. മനോജ് സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അധികം പരിചിതമല്ലാത്തതും ഏറെ കേട്ടിട്ടില്ലാത്തതും മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായ താവോയിസത്തെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാണിച്ച ആ വലിയ മനസ്സിന്, സാഹസത്തിന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഏറ്റവും ആദ്യം പറഞ്ഞ ആ കൊട്ടേഷൻ, ആകാശത്തിന്റെ കീഴിൽ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ആ അവസ്ഥയുള്ളത് കൊണ്ടാണ് എല്ലാം സൗന്ദര്യമുള്ളതായി തീരുന്നത്. ഞാൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ ആണല്ലോ അത്. ആ ട്രാൻസ്ലേഷനിൽ ഈ വൈരുദ്ധ്യം എന്നുള്ളതിനോടൊപ്പം ചേർത്തുകൊണ്ട് വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും എന്ന് ഞാൻ അതിനെ എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് മാറ്റിയാണ് ഇതിനെ മൊത്തത്തിൽ കാണുന്നത്. ആ അർത്ഥത്തിലാണ് ഈ ക്ലാസ്സിന് മികവ് വർദ്ധിക്കുകയും ചെയ്യുന്നത്. ചിലരെങ്കിലും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, എന്തിനാ ഈ മോശപ്പെട്ടതിനെ ദൈവം സൃഷ്ടിച്ചതെന്നോ പ്രകൃതി ഉണ്ടാക്കിയതെന്നോ ഒക്കെ ചോദിക്കാറുണ്ട്. ഈ നല്ലത് മാത്രം പോരായിരുന്നു. നല്ലത് മാത്രം എന്നതുകൊണ്ട് അവരപ്പോൾ അർത്ഥമാക്കുന്നത്, ഞാൻ മനസ്സിലാക്കുക, അവർക്കിഷ്ടപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് എനിക്കിഷ്ടപ്പെട്ടതിനെ മാത്രം തന്നാൽ പോരായിരുന്നു. ഇപ്പോൾ ദൈവവിശ്വാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും മതത്തെക്കുറിച്ച് പറയുമ്പോഴും ആത്മീയതയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ആളുകൾ ഇത് ചോദിക്കാറുണ്ട്, എന്തിനാ ഈ ഇങ്ങനെയുള്ള മോശപ്പെട്ടതെല്ലാം തന്നത്? ആർക്കും മോശപ്പെട്ടത്? ഈ പറയുന്ന ആളിന് മോശപ്പെട്ടത്. ധാരാളം ഉദാഹരണങ്ങൾ സാർ ഇതിൻ്റെ അകത്ത് പറഞ്ഞു. ഇനിയും നമ്മുടെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന ആ കാലഘട്ടം, അങ്ങനെ ഒന്നിൻ്റെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് നമ്മൾ കുറച്ച് പ്രായമാകുന്നത് വരെ ജീവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ രോഗികളോ അസ്വസ്ഥരോ ആയി കഴിയുമ്പോഴാണ്. അപ്പൊ ഇത് തിരിച്ചറിയാനായിട്ട്, അതിനോടൊരു നന്ദി ഉണ്ടാകാൻ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ ഒരുപക്ഷെ ഈ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ ഉപകാരപ്പെടുന്നു. അപ്പൊ അതില്ലാതിരുന്നിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. യുവത്വവും അല്ലെങ്കിൽ കൗമാരവും ശിശുത്വവും ഒക്കെ മാത്രമായി പോയാൽ ഈ സന്തോഷത്തിന്റെ സംഗതി മാത്രം, അപ്പൊ അതിൻ്റെ ആ സന്തോഷത്തിന്റെ സുഖം എന്തെന്ന് നമ്മൾ തിരിച്ചറിയില്ല. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സ്വയം നമുക്ക് ചിന്തിച്ചെടുക്കാനായിട്ടും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെയും
കണ്ടെത്താനായിട്ട് സാധിക്കും. ആ അർത്ഥത്തിലൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിനെ കാണുന്നത്. തുടരട്ടെ ഇങ്ങനെയുള്ള പുതുമയുള്ള കാര്യങ്ങൾ. ഇനിയും നമ്മൾ കേൾക്കാത്ത കാണാത്ത എത്രയോ സംഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഗ്രന്ഥങ്ങളായും ആശയങ്ങളായും തത്വങ്ങളായും ഒക്കെ നിൽക്കുന്നു. അതൊക്കെ വരട്ടെ. റോയ് സാർ പറഞ്ഞതുപോലെ 5-6 ബുക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ക്ലാസ് വന്നാലും അല്ലെങ്കിൽ ഏതൊരു സദസ്സിലും പറയാനായിട്ടുള്ള ഒരു വെടിക്കുള്ള സാധനം ഒന്ന് മറിച്ചാ കിട്ടും. കേട്ടിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ, കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും പഠിക്കാത്ത കാര്യങ്ങൾ നമുക്കിവിടെ ലഭിച്ചു. അതാണ് ഈ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ, വൈവിധ്യങ്ങൾ വരുമ്പോൾ. എല്ലാ ദിവസവും ആരോഗ്യ ക്ലാസ് മാത്രമായിരുന്നെങ്കിൽ വളരെ ബോറായി പോയേനെ. എല്ലാ ദിവസവും ചെറുകഥ മാത്രമായി പോയിരുന്നെങ്കിൽ വളരെ വളരെ മോശമായി പോയേനെ. അപ്പോൾ ഇങ്ങനെ വൈവിധ്യങ്ങൾ, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറാം, ഇഷ്ടമുള്ള വിഷയത്തിന് കയറാം. ഇങ്ങനെയൊക്കെയുള്ള ഈ വൈവിധ്യത്തിന്റെ വൈരുദ്ധ്യമെന്ന് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ആ 2 വാക്കുകൾ കൂടെ ചേർക്കുന്നത്. ഈ വൈവിധ്യങ്ങൾ കൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമും മനോഹരമാകുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തമ്മിൽ വളരെ വൈവിധ്യങ്ങളിലാണ്. റോയ് സാറിന്റെ പക്വതയും ഉലകന്നാൻ സാറിന്റെ പക്വതയും ഒന്നും ചിലപ്പോൾ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഉണ്ടാകുകയില്ല. ഇങ്ങനെ ഓരോരുത്തർക്കും സാറിന്റെ സാബു സാറ് എത്രയോ നിഷ്ഠയോടെയാണ് 1600 ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ 5-ാം വർഷത്തിലൂടെയാണ് നമ്മൾ ചലിക്കുന്നത്. ഏതാണ്ട് 4.3 സംതിങ് അത്രയത്തിലേക്ക് എത്തി. ഇനി നമുക്ക് ഈ പറയുന്ന 5 വർഷത്തിലേക്ക് എത്താനായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മതി. അപ്പോൾ ഈ നമുക്ക് ഒരു കാര്യം ഏറ്റെടുത്തിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്ന വലിയ ആഗ്രഹത്തോടും വലിയ സ്വപ്നത്തോടും കൂടി തുടങ്ങി വെക്കുന്നത് ചിലപ്പോൾ ഇച്ചിരി നാൾ കഴിയുമ്പം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പലരും നിർത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ നിർത്തി കളയുന്നു. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ആയിത്തീരുന്നു. അവിടെയാണ് എല്ലാ ദിവസവും 7 മണിക്ക് ഒത്തിരി വൈതരണികളുള്ള ഒരു ടൈമാണ് ഈ 7 മണി. ആ സമയത്ത് സാറ് വരുന്നു. ആ വൈവിധ്യമാണ് നമുക്ക് ചില തുറവുകൾ മനസ്സുകൊണ്ടൊക്കെ തരുന്നത്. ഞാനിത് പലപ്പോഴും ഓർക്കാറുണ്ട്. ഈ വാട്സപ്പ് തുടങ്ങിയപ്പോൾ കുറെ പേരൊക്കെ ഗുഡ് മോർണിംഗ്, അത് ഈ കണ്ടവന്റെ ഫോർവേഡ് സാധനമാണ് തോണ്ടി വിടുന്നത്. ഇനി ഒരു വാചകം ഗുഡ് മോർണിംഗ് എന്ന് എഴുതിയിടുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക തൻ്റെതായ ശൈലിയിലുള്ള ഒരു സാധനത്തിന് തുടക്കമിടുക. രാവിലെ ഒരു സന്ദേശം, ഒരു മെസ്സേജ്, അല്ലവന്റെ മോഷ്ടിക്കുന്നത് മാത്രമല്ല തൻ്റെതായ തലത്തിൽ ഇത് എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് ക്രമീകരിച്ച് അങ്ങനെ തുടങ്ങി വെക്കും. ഇച്ചിരി നാൾ കഴിയുമ്പോൾ അതൊക്കെ മറന്നുപോകും. അല്ല ഒന്നും പറ്റിയല്ല അതിണ്ടായിരിക്കും ചിലപ്പോൾ. എങ്കിൽ കൂടെയും ഇങ്ങനെയാണ്. ഇപ്പൊ ഞാനും ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഈ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതൊക്കെ തുടങ്ങാതിരിക്കുന്നതല്ലേ ഭംഗി. ഇങ്ങനെ ഓരോന്നും പലരും എക്സർസൈസ് തുടങ്ങും, യോഗയ്ക്ക് കൂടാൻ തുടങ്ങും, ഇല്ലെങ്കിൽ ഓടാൻ തുടങ്ങും, ചാടാൻ തുടങ്ങും. ഇതൊക്കെ ഇച്ചിരി ആള് കഴിയുമ്പോൾ കാണുന്നില്ല. അപ്പോൾ നമുക്കുള്ള അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, അവർക്ക് സാധിക്കുന്നുണ്ട്. ചുമ്മാ ഇരിക്കുകയല്ല, ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ. ഇതിന്റെ ഇടയ്ക്ക് സാറ് വൈക്കത്തിന് പോകുന്നു, അതിന്റെ ഇടയ്ക്ക് നടത്തുന്നു, എറണാകുളത്തിന് പോകുന്നു, അതിന്റെ ഇടയ്ക്ക് നടത്തുന്നു, വിദേശത്ത് പോകുന്നു, അതിന്റെ ഇടയ്ക്ക് നടത്തുന്നു. ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഒഴിവൊഴിവ് പറയാം. അല്ലെങ്കിൽ പനി വന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായി, വീട്ടിൽ എന്തെല്ലാം കാര്യം, മദറിൻലോ മരിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും. ഇതൊക്കെ നമുക്ക് വേണം ഒഴിവാക്കാനായിട്ടുള്ള ചില സാധനങ്ങളാണ്. പക്ഷെ ഒഴിവായില്ല. ഇപ്പൊ ഇതിൻ്റെ അകത്തെ പല ക്ലാസ്സുകൾ അന്ന് രാവിലെ വരെ പോലും ചിലപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്യാൻ പറ്റി കാണില്ല. എങ്കിലും ആ സമയമാകുമ്പോൾ കറക്കി തിരിച്ച് സംഗതി ഇവിടെ രംഗത്ത് വരും. അപ്പൊ ഇതെല്ലാം നമുക്ക് പഠിക്കാനുള്ള ഈ വൈവിധ്യം നമ്മളിൽ ഇല്ലാത്തത് അവിടെ കണ്ടപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു വൈരുദ്ധ്യമായിട്ടല്ല, അതിനെ പോസിറ്റീവായിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ച ഒന്ന് തന്നെ ആയിരിക്കാം. അപ്പൊ ആ അർത്ഥത്തിൽ ഞാൻ കാണുന്നു. അതുകൊണ്ട് സാറ്, മനോജ് സാറ് ഈ തരത്തിൽ അനേകം വിഷയങ്ങളുമായി ഇനിയും വരട്ടെ. വെള്ളത്തിൽ തുടങ്ങി വെള്ളമെല്ലാം വിട്ട് പുതിയ പുതിയ ബേച്ചിൽ പുറത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ സാറിനും മനസ്സിലായി
സാറ് വിചാരിച്ചുകൊണ്ടിരുന്നത് ചിലപ്പോൾ പറയാം, എനിക്ക് സാറിനെ നേരത്തെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എനിക്ക് ഈ വെള്ളം മാത്രമേ ക്ലാസ് എടുക്കാൻ അറിയാവുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ അറിയാം, പറയാനറിയാം. അതിനൊക്കെ ആളുകൾ ഈ അപ്രീസിയേഷൻ പറയുമ്പോൾ ഇത്രയ്ക്കൊക്കെ എനിക്ക് പറ്റുമായിരുന്നു എന്ന് ഒരു പക്ഷേ തോന്നിയേക്കാം. എന്തായാലും എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സാർ. ജോർജ് സാർ. താങ്ക് യു സാബു സാർ. ആദ്യമേ തന്നെ പറയാതിരിക്കുന്ന എങ്ങനെ 1600 നിറവിനെ കുറിച്ച് ഞാൻ ആദ്യത്തെ വാർഷികം കോട്ടയം കാരിത്താസ് ജംഗ്ഷനിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമ്പോൾ ഈ രംഗത്തെക്കുറിച്ച്, ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തു പോവുക. ഒരുപക്ഷെ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ മാതൃകയാണല്ലോ. തൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ഇതുപോലെ കൃത്യത പാലിച്ച് ഒരു കൃത്യനിർവഹണം നടത്തി എന്ന് കരുതാൻ പറ്റിയ ഒരാളുണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒന്നും ഉണ്ടാകുമെന്ന്. പക്ഷേ ഈ പ്ലാറ്റ്ഫോം അതെന്നും കൃത്യം 7 മണിക്ക് എൻ്റെ പങ്കാളി എന്നോട് പറയും, ചങ്ങാതി പറയും, നിങ്ങളുടെ സമയമായി, എന്നാ പണിയാ ഈ അസ്തമയത്തിന് വൈകി പോയാൽ എന്തെങ്കിലും പറയുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരാൻ വൈകും. സമയമായി 7 മണിക്ക് മുമ്പേ തന്നെ വാണിംഗ് ബെല്ല് വരും. ഇതാണ്. അപ്പോൾ അത് ഇവിടുത്തെ നമ്മുടെ ഡെയിലി റൊട്ടീൻ. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് സ്കൂളിൽ പഠിച്ചപ്പോൾ കൊടുത്ത പ്രാധാന്യമാണ് ദിവസം വൈകുന്നേരം ആകുമ്പോൾ ഈ ക്ലാസ്സിലേക്ക് വരിക എന്നുള്ളത്. ചിലപ്പോൾ ഒളിഞ്ഞിരുന്നായിരിക്കും കേൾക്കുക. കാരണം വെച്ചാൽ ഓരോ സാഹചര്യങ്ങളല്ലേ, ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. എന്നിരുന്നാലും പരമാവധിയൊക്കെ ഇങ്ങനെ നോക്കും, കാണും. സാർ പ്രത്യേകം, സാബു സാറിന് പ്രത്യേകം അഭിനന്ദനം. പിന്നെ ഈ വെറൈറ്റീസ്, ഒരു പക്ഷെ അത് തന്നെയാണ് രുചിയെ പറ്റിയും പറഞ്ഞല്ലോ, വൈരുദ്ധ്യങ്ങൾ. അത് മനോജ് കുമാർ സാറ് തുടങ്ങിയത് ശാസ്ത്ര വിഷയമായിട്ട്, അത് കഴിഞ്ഞപ്പോൾ വന്നത് സംഗീത ലോകത്തേക്ക്. അപ്പോൾ അതിൻ്റെ പിറകിൽ പിന്നെ ചരിത്രം പറഞ്ഞു, സിനിമാ ലോകമായിട്ടുള്ള ബന്ധം. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഫിലോസഫിക്കലും കഴിഞ്ഞ് സ്പിരിച്വൽ ലെവലിലേക്ക് കുറെ കൂടെ അഡ്വാൻസ് ആയി എന്ന് തോന്നുന്നു. എല്ലാം വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ വരുന്നു. അല്ല, സാറിന്റെ ഈ ക്ലാസ്സിൽ മനോജ് സാർ പുരാണങ്ങളിൽ പറയുന്ന അസ്ത്രത്തിന്റെ ഇതുപോലെ തോന്നുന്നു. സാർ പറഞ്ഞപ്പോ ക്ലാസ് എടുത്ത് കേട്ടപ്പോ ഞാൻ കുറെ ഗ്രഹിച്ചത്, പിന്നീട് ഓരോരുത്തരും പറഞ്ഞപ്പോ തോന്നുന്നത്, അസ്ത്രം തൊടുത്തു വിട്ടപ്പോൾ അസ്ത്രം എടുത്തപ്പോഴൊന്ന്, തൊടുത്തപ്പോൾ 100, പാഞ്ഞപ്പോൾ 1000, കൊണ്ടപ്പോൾ 10000 എന്നതുപോലെ ഇതിങ്ങനെ അങ്ങനെ പെരുകുകയാണ്. അതിഗംഭീരം അല്ലേ? ഒരു ഇപ്പോ പറയുന്ന നമ്മൾ കാണുന്നു, ഇവിടെ അധികവും പുരുഷന്മാരാ ഉള്ളതെന്ന് തോന്നുന്നു. സ്ത്രീകളും ഉണ്ടാവാം. പുരുഷനും സ്ത്രീയും ഒന്നിൽ പൂർണ്ണമല്ല. പുരുഷനും സ്ത്രീ ഉണ്ടെങ്കിലേ പൂർണ്ണത വരുന്നുള്ളൂ. സ്ത്രീക്ക് പുരുഷനുണ്ടെങ്കിലേ പൂർണ്ണത വരുന്നുള്ളൂ. അതുപോലെ എല്ലാ വൈരുദ്ധ്യങ്ങളും അത് നിലനിൽപ്പിന് ആവശ്യമാണ്. അത് സത്യമാണ്. ഈ സത്യത്തെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിലോ, ഈ വൈരുദ്ധ്യത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മാനസിക സംഘർഷത്തിന്റെ തുടക്കമാണെന്നുള്ളതാണ് സത്യം. ഇതിനോട് സമരസപ്പെട്ടാൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. അതും അംഗീകരിക്കാൻ സാറിന്റെ ഇപ്പൊ മെഡിറ്റേഷനിൽ പറയുമ്പോൾ ഇതിനൊക്കെ സാക്ഷിയാവുക മതി. വരണതൊക്കെ പൊക്കോട്ടെ, വരുന്നത് പോലെ ഒഴുകി പൊക്കോളും. ആ ഒരു വിധത്തിൽ കാണാൻ നിന്നാൽ, ഇത് അടയാൻ നിന്നാൽ പ്രശ്നമായി, ഭയങ്കര പ്രശ്നമാണ്. പിന്നെ എല്ലാം കോഞ്ഞാട്ടിയായി എന്ന് പറയേണ്ട അവസ്ഥ വരും. ഇത് വലിയ കാര്യമാണ്. ഞാനിങ്ങനെ പലതും ഓർത്തേ, കുറ്റവും കുറവും വേണമെങ്കിൽ പറയാം, അല്ല മേന്മയും, അതുപോലെ കയറ്റവും ഇറക്കവും, രുചിയും മധുരവും കയ്പും, അതുപോലെ കടലും കരയും, പിന്നെ ശൈശവവും വാർദ്ധക്യവും, രോഗവും ആരോഗ്യവും. എവിടെ നോക്കിയാലും പ്രകൃതി മുഴുവൻ എങ്ങനെ, പണിയാനൊരു സമയം, പൊളിക്കാനൊരു സമയം, ഇല്ലേ? എവിടെ നോക്കിയാലും ഉണ്ട്. വൈരുദ്ധ്യങ്ങൾ മാത്രം നിറഞ്ഞതാണ്. ഒരു വശമേ നമ്മൾ അന്നേരം കാണുന്നുള്ളൂ, തൊട്ടപ്പുറത്ത് അതിന്റെ നിഴൽ പോലെ വൈരുദ്ധ്യം മറ്റൊന്നും നിലനിൽക്കുന്നു, ഇല്ലേ? ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ തൊട്ട് പുറകിൽ മരണവും നിൽക്കുന്നുണ്ട്. എല്ലാം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഈ ലോകം. നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം, നമ്മുടെ ഭാരതം പോലെ. അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ സുഖമാണ്.
ഓക്കെ, ഒത്തിരി ഒത്തിരി ദിവ്യമായ കാഴ്ചകളാണ് ആലോചിക്കുന്തോറും വരുന്നത്. അഭിനന്ദനങ്ങൾ നിറയെ സർ. ഇനിയും ഇത്തരം വിഷയങ്ങളായിട്ട് വരട്ടെ, ഞങ്ങൾ കേൾക്കാൻ കൂടെ ഉണ്ടാവും. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പത്മകുമാർ സാർ ഒന്ന് പറയാമോ? പത്മകുമാർ സാർ. അല്ല, ഞാൻ ഇപ്പോ സാറേ അവിചാരിതമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കേറിയത് ഇതില്. ഇതിനെ പറ്റി അറിയൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോ എന്റെ ഇതില് ഞാൻ ഇത് അല്ല ഈ ഇത് എന്റെ ഇതില് ഉണ്ടായിരുന്നു, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് കുറിച്ച് പല ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ ഇതും ഒന്ന് ചെയ്തു. എന്നാലും ഇപ്പൊ ഇന്ന് അവിചാരിതമായിട്ടൊന്ന് അങ്ങനെ 7 മണിക്ക് കണ്ടപ്പോ ഒന്ന് കേറിയതാണ്. സാറൊന്ന് പരിചയപ്പെടുത്തിയ സാർ എവിടെയാ സ്ഥലം? എന്റെ സ്ഥലം ഇവിടെ തൃശ്ശൂരാണ്, തളിക്കുളത്തെ. ഞാൻ റിട്ടയർഡ് ഇപ്പം 3 കൊല്ലമായി. റവന്യൂ ഡിപ്പാർട്ട്മെന്റില് തഹസിൽദാരായിരുന്നു. അപ്പോ ഈ പറഞ്ഞത് ഞാൻ ഇപ്പൊ കേട്ടിടത്തോളം ഇപ്പൊ വളരെ നന്നായി ക്ലാസ് എടുത്തിട്ടുണ്ട്, കേട്ടത് വളരെ നന്നായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട്. ഈ വൈരുദ്ധ്യങ്ങള്, അതായത് ഒന്ന് ഇപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഒരാൾക്ക് സന്തോഷം തന്നെ വേണമെന്ന് പറഞ്ഞാല് അത് ഉണ്ടാകാറില്ല. അപ്പൊ എനിക്കും അതുപോലെ തന്നെയാണ്. നമ്മൾ അങ്ങനെ ഇപ്പൊ രാവിലെ നേരം വെളുത്താല് ഇന്ന് നല്ല ദിവസമായിരിക്കട്ടെ നമ്മള് മനസ്സിൽ ഇങ്ങനെ കരുതും, അല്ല വിചാരിക്കും. എന്നാലും അങ്ങനെ നടക്കൂല. ചിലപ്പോ ഒരു ദിവസം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായാല് ചിലപ്പോ അടുത്ത ദിവസം കുറച്ച് സന്തോഷം ഉണ്ടാവും, ഉള്ള ദിവസമായിരിക്കും. അങ്ങനെയാണ് അനുഭവങ്ങള്. അപ്പോ പിന്നെ ഇപ്പൊ ചിലവരൊക്കെ ഈ പറഞ്ഞത് നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ നെഗറ്റീവ് എനർജീനെ ഞാനിപ്പോ അതിനുവേണ്ടി വേറെ ഒരു ഇതിലിങ്ങനെ കേറുന്നുണ്ട്. വേറൊരു ഈ പറഞ്ഞത് ഒരു മെഡിറ്റേഷൻ. അതിലവരിപ്പോ ഈ നെഗറ്റീവ് എനർജി തീരെ പാടില്ല എന്നാണ് പറയുന്നത്. പോസിറ്റീവ് എനർജി മാത്രം. അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവൂലില്ല. നമ്മളുടെ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. അപ്പോ അതുമായിട്ട് ഒത്തുപോയാല് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾക്ക് എപ്പോഴും ഈ പോസിറ്റീവ് എനർജി തന്നെ, അല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നല്ല ചിന്തകൾ തന്നെ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ തന്നെ എപ്പോഴും നടക്കണമെന്ന് വിചാരിച്ചാൽ അത് അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോ ഈ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ടെൻഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായി വരുന്നത്. അതായത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതുകൊണ്ടാണ് എപ്പോഴും പോസിറ്റീവ് ആവണമെന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് അതിനുവേണ്ടിയുള്ള ചില ഇതുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അത് പറയാനിപ്പോ അങ്ങനെ പലരും പറയും, ഇപ്പൊ നെഗറ്റീവ് ചിന്തകളൊന്നും പാടില്ല, എപ്പോഴും പോസിറ്റീവ് തന്നെ വേണം. അത് ഇപ്പൊ എത്ര പറഞ്ഞാലും അതൊന്നും ഇപ്പൊ അങ്ങനെ നടക്കാൻ പറ്റില്ല. അത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മള് സാബു സാറ് അല്ലെങ്കിൽ മനോജ് സാറ് പറഞ്ഞ പോലെ ആ ഒരു ഒഴുക്കില്, അല്ലെങ്കിൽ ഒരു പുഴയിലൊരു എല്ലാം ഒഴുകി പോകുന്ന പോലെ അതെങ്ങനെ ആ ഒഴുക്കിനനുസരിച്ച് അങ്ങനെ അങ്ങോട്ട് പോയാല് അതിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ പോയാൽ അതങ്ങനെ പൊക്കോളും. അപ്പോ നമ്മളെ ആ ഒരു മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് പൊക്കോളും. അതിനെ തടഞ്ഞു നിർത്താൻ നോക്കിയാല് നമ്മൾക്ക് കൂടുതൽ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നിയത്. എന്തായാലും ഇപ്പൊ കേട്ടത് ഇപ്പൊ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് ഇപ്പൊ എല്ലാറ്റിലും വൈരുദ്ധ്യം, ഇരുട്ടില്ലെങ്കിൽ വെളിച്ചമില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ എല്ലാതും അതായത് ഇപ്പൊ പിന്നെ ആരോ പറഞ്ഞ പോലെ വിശപ്പ് ഇല്ലാത്ത ഒരാൾക്ക് ഭക്ഷണം കുറെ കൊണ്ടുവച്ചിട്ട് മുന്നിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ വിശപ്പുണ്ടായാല്
ഉള്ള നേരത്താണെങ്കിൽ അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന് അതിലൊരു സന്തോഷം ഉണ്ടാവും. അപ്പോ അങ്ങനെ ഞാനിപ്പോ ഇന്ന് ആദ്യമായിട്ടാണ്, അപ്പൊ അതിന്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. എല്ലാ ദിവസവും ഈ സെയിം ലിങ്കിൽ 7 മണിക്ക് കയറിയാൽ നമുക്ക് ഇതുപോലത്തെ ഓരോ മൺഡേ ദിവസം ഓരോ 7 മണിക്ക് പ്രോഗ്രാംസ്. അല്ലേ? എല്ലാ ആ ദിവസവും 7 ആ മണിക്ക് ആ, സെയിം എല്ലാം ലിങ്കിലാണ്. ആഴ്ചയിലാണോ? ആഴ്ചയില് അല്ലല്ല, എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട് അല്ലേ? എല്ലാ ദിവസവും അപ്പൊ വൈകുന്നേരം ഞാൻ 7 മണിക്ക് സെയിം ലിങ്കാണ്. കേറാൻ പക്ഷെ ടോപ്പിക്കുകൾ മാറും. ഓരോ ടോപ്പിക്കുകൾ മാറി മാറി. മാറിക്കൊണ്ടിരിക്കും അല്ലേ? ആ. അപ്പൊ ശരി സാർ, അപ്പൊ സാറിന്റെ സന്തോഷം. ലിങ്കിൽ എൻ്റെ നമ്പറുണ്ട്. നമ്പർ ഒന്നിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ഈ ലിങ്കിലല്ലേ? ആ, ആ 9447 ആ ഗ്രൂപ്പിലുണ്ട് അല്ലേ? 71. ഓക്കെ, അപ്പൊ താങ്ക് താങ്ക് യു. യു. താങ്ക് യു. ഓക്കെ, ഇനി രമാദേവി മാം ഉണ്ട്, ഉഷ മാം ഉണ്ട്, സ്നേഹൃത മാം, സുഷമാദേവി മാം. ഞാന് സാറേ എനിക്ക് പറയാനായിട്ട് സാറിന് ആദ്യം അഭിനന്ദനങ്ങൾ. 1600 ദിവസം ഇത്രയും വലിയൊരു ഇത് നയിച്ച സാറിന് ആദ്യത്തെ എനിക്ക് എന്റെ അഭിനന്ദനങ്ങൾ നേരുന്നു. പിന്നെ എനിക്ക് ജോർജ് സാറ് പറഞ്ഞതുപോലെ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. വൈരുദ്ധ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകം ഇല്ലാതെ ഒന്നിൻ ഇല്ലെങ്കിൽ മറ്റിന്റെ വില നമ്മൾ അറിയില്ല. ഒന്നുള്ളത് കൊണ്ടാണ് മറ്റിന്റെ വില അറിയുന്നത്. പിന്നെ അപ്പൊ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അംഗീകരിച്ച് മനസ്സിലാക്കി നമ്മൾ ജീവിച്ച് പ്രകൃതിയുടെ ഒഴുക്കിനനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് മനോജ് സാറിന്റെ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. അത് വളരെ നല്ലൊരു സന്ദേശമാണ്. സാറിന് എൻ്റെ നന്ദി അറിയിക്കുന്നു ക്ലാസ് എടുത്തതിന്. പിന്നെ റോയ് സാർ പറഞ്ഞ കാര്യം ശരിയാണ്. നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വെറുതെ ആണെങ്കിൽ പോലും നിരന്തരം കേട്ടോണ്ടിരുന്ന നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകുക. അതൊരു സത്യം. കാരണം ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ കുറെ വായിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ വായിക്കാനുള്ള സമയം വേണമെങ്കിൽ കണ്ടെത്താം. എന്നാലും അത്ര ഒരു ഇതിലൊന്നും വായിക്കത്തൊന്നും ഇല്ല, ഒന്നും കേൾക്കത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. വളരെ നല്ല കാര്യം സാറേ. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. വേറെ ഇനി ആർക്കെങ്കിലും? സ്നേഹത മാം, ഉഷ മാം, സുഷമാദേവി മാം, ഉഷാകുമാരി മാം പറഞ്ഞു. സാർ 1600 ക്ലാസ്സുകൾ ഗ്രേറ്റ് സാർ. താങ്ക് യു ഫോർ യുവർ എഫേർട്ട്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ദിവസം ഇങ്ങനെ വെറൈറ്റി ക്ലാസ്സുകൾ കേട്ട് അറിയാതെ ഞങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനോജ് സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ആയിരുന്നു. മെഡിറ്റേഷൻ കൂടി ആയപ്പോൾ പറയാതിരിക്കാൻ വയ്യ, വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. പിന്നെ ഇതുവരെ പറഞ്ഞവരെല്ലാവരും പറഞ്ഞത് കറക്റ്റാണ്. വൈരുദ്ധ്യങ്ങളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. അത് അംഗീകരിച്ച് ഈ പ്രകൃതിക്ക് അനുസരിച്ച് സിമ്പിളായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാനായിട്ട് കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതിനെ പോലുള്ള ക്ലാസ്സുകൾ അതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്, വളരെയധികം സഹായിക്കുന്നുണ്ട്. താങ്ക് യു സർ, താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. അപ്പോൾ ഇനി മനോജ് സാർ ഒന്നും കൂടെ ഫൈനലി ഒരു കമൻറ്റ് പറഞ്ഞു നിർത്തും. യെസ് സാർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കൂടി നമ്മൾ ഇന്ന് കേട്ടതും ധ്യാനിച്ചതും അതിനുശേഷം ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരു സംഭവം സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല എന്നാണ് നമ്മളെല്ലാം ഇപ്പോൾ മനസ്സിലാക്കിയത് ഈ ചർച്ചകളിൽ കൂടെയൊക്കെ, അല്ലേ സാർ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു നിലനിൽപ്പുണ്ട്, അതിനുശേഷം അതും ഇല്ലാതാവുന്നു. അപ്പോൾ സൂര്യൻ എന്താണ് കിഴക്ക് ഉദിച്ച് ചക്രവാളത്തിലൊക്കെ നല്ല കളറിൽ വന്നു, കുറച്ചു നേരം കഴിയുമ്പോൾ അതും മാറി മാറി വൈകുന്നേരം ആകുമ്പോൾ വേറൊരു കളറിൽ അസ്തമിക്കാൻ പോകുമ്പോഴും നമ്മൾ നമ്മുടെ ജോലികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം സൂര്യനായിട്ട് വേണ്ടി അവർ കടൽക്കരയിൽ പോയി നിൽക്കുകയാണ്. അപ്പോഴും സംഭവം മാറിയിട്ടുണ്ട്. അപ്പോൾ അതും വൈരുദ്ധ്യമായി ജോഷി സാറൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാം വൈരുദ്ധ്യങ്ങളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതിനൊരു നോവും ഉണ്ടാവും, ഒരു പക്ഷേ സന്തോഷവും ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടാവും. അതെല്ലാം നമ്മളിങ്ങനെ ആ നോവും സന്തോഷവും ഒക്കെ നമ്മുടെ ഈ ഹൃദയത്തിൽ തന്നെ സൂക്ഷിച്ച് നമ്മുടെ ജീവിത കാലചക്രങ്ങളിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മൾ സൂര്യൻ അസ്തമിച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പോലും ആഗ്രഹിക്കുന്നുമില്ല, പറയുന്നുമില്ല. സൂര്യൻ പിറ്റേ ദിവസവും ചക്രവാളത്തിൽ കിഴക്ക് ഉദിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു നീണ്ട ഒരു ദീർഘവീക്ഷണമൊക്കെ ഉള്ളൊരു ഇതാണ് താവോയിസ്റ്റിൽ കൂടി പറയുന്ന മിക്കവാറും കാര്യങ്ങൾ. അത് അതിമനോഹരമായി ലവോത്സുവിനെ പോലുള്ള മഹാത്മാക്കൾ നമ്മൾക്ക് വേണ്ടി ഈ 2600 വർഷത്തിന് മുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പം ചെറിയ രീതിയിൽ പോലും ഇവിടെ പറയുകയും അതിൻ്റെ നന്മകൾ അറിയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്.
അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിന് പ്രപഞ്ച ശക്തികളോടാണ് എനിക്ക് സാബു സാറിനോടൊപ്പം നന്ദി പറയുന്നതിനോട് നന്ദി പറയുന്നു. ഇവിടെ നിന്ന് സന്നിഹിതരായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെയൊക്കെ സ്നേഹവും നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നാളെ ഒരു നല്ല നാളേക്ക് സാബു സാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാത്തിരിക്കാം. നമുക്കെല്ലാം നാളെ വീണ്ടും കാണാം. താങ്ക് യു സാർ. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ഒക്കെ നേരുന്നു. താങ്ക് യു. നാളെ നമുക്ക് സ്റ്റോറി ഡേ ആണ്, കഥകളാണ് 7 മണിക്ക്. അപ്പോൾ ഇന്ന് മനോജ് സാറിന് ഒരു വളരെ സന്തോഷം. അതുതന്നെയല്ല, ഇന്നത്തെ ദിവസം വളരെ മനോഹരമായൊരു പുതിയ ടോപ്പിക്, ഇന്നത്തെ ദിവസത്തെ പോലെ തന്നെ മനോഹരമായൊരു ടോപ്പിക്, ഒത്തിരിയും ചിന്തിക്കാനും അല്ലേ, കുറേയൊക്കെ അത് കുറച്ചധികം നമ്മളിലേക്ക് സ്വീകരിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ അവസരമാണ് അതിലൂടെ വരുന്നത്. താങ്ക് യു വെരി മച്ച്. ഒരാൾക്കൊന്നും പറയാനില്ലല്ലോ? താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ടു ഓൾ. താങ്ക് യു.